Hello, good afternoon, Shabla and Sona. Good afternoon, ma'am. Good afternoon, ma'am. Yes. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. എവിടെ നമ്മൾ നിർത്തിയത് കഴിഞ്ഞ ദിവസം? കേട്ടോ? എവിടെയാ? കഴിഞ്ഞ ക്ലാസ്സിലില്ലേ? രണ്ടുപേരും സോന സോന ഞാനും ഉണ്ടായിട്ടില്ല. ഞാൻ വീടിന് കുറച്ച് റിനോവേഷൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ അതൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. ഞാൻ റെക്കോർഡഡ് ക്ലാസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ആണോ? റെക്കോർഡിംഗ് ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ടോപ്പിക്കിന്റെ ഹെഡിങ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. കേട്ടോ? ഞാൻ കേട്ടിട്ടില്ല മാം. പനിയായിട്ട് ഇപ്പൊന്ന് എണീക്കണുള്ളൂ. ആണോ? കിച്ചൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ക്ലാസ് എടുക്കാതെ നമ്മുടെ കോഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ, അറിയാലോ കുറേ ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, ക്ലാസ്സസ് മിസ്സാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും പഠിക്കണം. ഓക്കെ, ഐ തിങ്ക് ആരെങ്കിലും വരുമ്പോ ചിലപ്പോ കുറെ ഷാരി ഗുഡ് ആഫ്റ്റർനൂൺ. ഷാരി, ഹലോ, മ്യൂട്ട് ചെയ്യാമോ ഷാരി? പറ്റില്ല. ഹലോ ഷാരി, ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഷാരി. ഗുഡ് ആഫ്റ്റർനൂൺ മാം. കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നോ നമ്മുടെ? ഹലോ, കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നോ? ഇല്ല മാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേറുന്നുള്ളൂ. ബാക്കി റെക്കോർഡാണ്. ആണോ? അപ്പൊ നമ്മളുടെ പ്രീവിയസ് ക്ലാസ് കണ്ടവരായിരുന്നു ഇപ്പൊ ഇവിടെ പ്രസന്റ് ആയിട്ടില്ല. വരുന്നുള്ളൂ ആൾക്കാര്. ശില്പ ഹലോ ശില്പ, ഒന്ന് റെസ്പോണ്ട് ചെയ്യോ ശില്പ? അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് സംസാരിക്കോ ശില്പ? എന്തിനാന്നറിയോ, ഇത് ഞാനിനി എടുത്ത് പകുതി ഏതെങ്കിലും ഒരു ടോപ്പിക് മിസ്സാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിലോ ഉണ്ടായിരുന്നവരെ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ശില്പ മാത്രമേ ഉള്ളൂ. ശില്പ പോയി കളഞ്ഞു. ഓക്കെ, വാട്ടെവർ ഇറ്റ് മേ ബി, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ, ആ ഒരു ഭാഗത്താണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. അതിൽ 1-2 പോയിന്റ് ഒക്കെ കഴിഞ്ഞു. ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. ശില്പ കേൾക്കുന്നുണ്ടോ പറയുന്നത്? ശില്പ? യെസ്, ബാക്കി എല്ലാവരും കേൾക്കണ്ടല്ലോ അല്ലെ? ക്ലിയർ അല്ലേ സൗണ്ട് ഒക്കെ? അതെ. ശില്പ ക്ലാസ്സിലുണ്ടായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? എന്റെ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ശില്പ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയതപ്പോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാ നിർത്തി വെച്ചതെന്നൊന്ന് പറയാമോ? നോക്കിയിട്ട് പറഞ്ഞാ മതി. ടീച്ചേഴ്സ് എടുത്ത് പോകുമ്പോ നിങ്ങളുടെ ആ നോട്ടില്, നിങ്ങളുടെ കയ്യിൽ എന്ത് നോട്ടാണോ ഇരിക്കുന്നത് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തോ അവിടെ ഒരു ഡേറ്റ് ഇട്ടോ വയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി. അതെന്തിനാണെന്നറിയോ, നിങ്ങളും ഞങ്ങളും
ഒരേപോലെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ എന്റെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതൊന്ന് ശരിയാണോ എന്ന് കൺഫേം ചെയ്യാനാണ്. ശില്പ? ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ. യെസ്, വെരി ഗുഡ്. അതന്നെ, അപ്പൊ കറക്റ്റ് ആണ്. അപ്പൊ നമ്മള് ഒരുപോലെയാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ എന്തിനാണ്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ ഇൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ദ എംപ്ലോയീസ്? എംപ്ലോയീസ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻഡ് ആകേണ്ടത്? നമുക്കറിയാം, നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയാണ്, നമ്മളൊരു ഏതൊരു സ്ഥലത്തും നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ, ആ ഒരു പ്രത്യേക പ്ലേസ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ബിഹേവിയറൻസ്, അല്ലെ? അതായത് നമ്മള് എന്താ പറയാ, വീട്ടിലായിരിക്കുന്ന രീതിയിലുള്ള ആയിരിക്കില്ല നമ്മൾ പുറത്തേക്ക്, റോഡിലേക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക്, സമൂഹത്തിലേക്ക് ഇറങ്ങി മറ്റുള്ള ആരെങ്കിലുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മളുടെ ബിഹേവിയർ അതുപോലെ ആയിരിക്കില്ല നമ്മുടെ ഓർഗനൈസേഷൻ. നമ്മളൊരു ജോലിക്ക് വരുമ്പോൾ ആ ജോലി സ്ഥലത്തുള്ള നമ്മുടെ ബിഹേവിയർ അപ്പൊ എല്ലാം ഡിഫറെന്റ് ആണ്. കാരണം നല്ല രീതിയിൽ കുറച്ച് അച്ചടക്കവും മറ്റ് മര്യാദകളും ഒക്കെ പാലിക്കേണ്ട ഒരു ഇടമാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. വൈ പെർഫോമിംഗ് അവർ ടാസ്ക്, നമുക്ക് തന്നിരിക്കുന്ന ജോലി കൃത്യമായി ചെയ്യുന്നതോടൊപ്പം വി ഹാവ് ടു ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പേഴ്സണൽ പോളിസീസ്, തൊഴിൽപരമായ നയങ്ങള്, ആൻഡ് ഓൾസോ വി ഹാവ് ടു ഫോളോ ദ ഡിസിപ്ലിൻ. ഒരു ഓർഗനൈസേഷന്റെ ഡിസിപ്ലിൻ കൂടി ഫോളോ ചെയ്യേണ്ടത് ഓരോ എംപ്ലോയീസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ നമുക്ക് പറയാം, ഡിസിപ്ലിൻ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ for the proper functioning of an organization. അപ്പോൾ ഓർഗനൈസേഷന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം, നെസസറി ആയിട്ടുള്ള കാര്യമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സോ അത് എന്തിനാണ്, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഡിസിപ്ലിൻ വേണ്ടത്? അപ്പൊ ഡിസിപ്ലിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഇംപ്രൂവ്സ് ദ എംപ്ലോയീസ് ബിഹേവിയർ. എംപ്ലോയീസിന്റെ ബിഹേവിയറിനെ ഇംപ്രൂവ് ചെയ്യാൻ ഡിസിപ്ലിൻ കൊണ്ട് സാധിക്കുന്നു. നമുക്കറിയാം, in each and every organization there are some rules and regulations to be followed by the employee. Employees follow ചെയ്യേണ്ടതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ട്. ആൻഡ് അത് ഫോളോ ചെയ്യുമ്പോൾ whenever we make some mistakes, we have to correct it according to ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്തു പോകുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് മിസ്റ്റേക്കുകൾ വന്നാൽ അത് കറക്റ്റ് ചെയ്യുക. അപ്പൊ എംപ്ലോയീസിന് വന്ന മിസ്റ്റേക്കുകൾ മാനേജ്മെന്റോ അല്ലെങ്കിൽ ആരാണ് ബന്ധപ്പെട്ട ആളുകൾ അത് ചൂണ്ടിക്കാണിക്കുന്നു, അത് കറക്റ്റ് ചെയ്യുന്നു, അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു കാര്യം, ഒരു ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു, അത് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗെയിൻസ്റ്റ് ആണ്, പക്ഷെ അത് ഞാൻ ചെയ്യുന്നു, അറിഞ്ഞോ അറിയാതെ ഇങ്ങനെ ചെയ്തു പോകുന്നു. അപ്പൊ ഇനിയും എനിക്കൊരു ടെൻഡൻസി ഉണ്ട് പിന്നീടും അതൊന്ന് ചെയ്യാമെന്ന്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള മട്ടാണെങ്കിൽ. പക്ഷെ മാനേജ്മെന്റ് ടേക്കിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ് അഗെയിൻസ്റ്റ് ദാറ്റ് പർട്ടിക്കുലർ എംപ്ലോയീസ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കറക്റ്റിംഗ് ദാറ്റ് എംപ്ലോയീസ്. എന്താണ്? അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഡിസിപ്ലിൻ അല്ലാത്തൊരു കാര്യം ഓർഗനൈസേഷനിൽ ചെയ്യുന്നു, അപ്പൊ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു, അത് നമ്മളെ കറക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു അവസരമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള അവസരം? അതായത് നമുക്ക് ആ ഒരു കാര്യം വീണ്ടും ചെയ്യാതിരിക്കാനുള്ള ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നമുക്ക് ഓപ്പൺ ആവുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ബിഹേവിയറിനെ നമ്മൾ അറിഞ്ഞു മതിയാതെയും ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നതിന് കാരണം. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ഓർഗനൈസേഷനിൽ എത്തേണ്ട ഒരു സമയം പറഞ്ഞിരിക്കുകയാണ് 10:30 അല്ലെങ്കിൽ 10 മണി. ഇതാണ് നമ്മുടെ എൻട്രിങ് ടൈം. ഓർഗനൈസേഷന്റെ അകത്ത് ജോലിക്ക് വേണ്ടി പ്രവേശിക്കുന്ന സമയം 9 അല്ലെങ്കിൽ 9:30 എന്ന് പറഞ്ഞിരിക്കുന്നു. ആൻഡ് കുറച്ച് ദിവസമൊക്കെ 9:30 വന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഒരു എന്താ പറയാ, ഒരു ഇച്ചിരി കൂടി ഒരു കമ്മ്യൂണിക്കേറ്റഡ് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയപ്പോ എന്തോ ചെയ്യും, നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ദിവസം എന്ത് ചെയ്യുന്നു, 9:30 വരുന്നതിന് പകരം 9:45 ജോലി സ്ഥലത്ത് എത്തുന്നു. സോ അങ്ങനെ 9:45 ജോലി സ്ഥലത്ത് എത്തുമ്പോൾ എംപ്ലോയി അവിടുത്തെ ഒരു റൂൾ അല്ലെ എന്താ പറയാ, അവിടുത്തെ ഒരു പ്രാക്ടീസിനെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ചെയ്തത്. 9:30 എന്നുള്ളതിന് പകരം 9:45 എത്തുന്നു എന്ന് വെച്ചാൽ ലേറ്റ് ആയിട്ട് വരുന്ന ഒരു ടെൻഡൻസിയാണ് നമുക്ക് ആ എംപ്ലോയിൽ കാണാൻ സാധിക്കുക. അപ്പൊ അത് കാണുമ്പോൾ തന്നെ മാനേജ്മെന്റ് അവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് നോക്കുന്നു, അല്ലെങ്കിൽ അവരുടെ എൻട്രിങ് ടൈം, പഞ്ചിങ് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഒരുപാട് ഓർഗനൈസേഷനിൽ പഞ്ചിങ് സിസ്റ്റം ഉണ്ട്. ആ പഞ്ചിങ്ങില് നോക്കി കഴിയുമ്പോൾ അതിനകത്ത് ടൈം വ്യത്യാസപ്പെടുത്തി എംപ്ലോയിമാർ എന്താ പറയാ പഞ്ച് ചെയ്തിരിക്കുന്നു. ചിലപ്പോ 9:30 കഴിഞ്ഞിട്ടൊക്കെ പഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയീസ് വിളിച്ചിട്ടൊന്ന് വാണിംഗ് ചെയ്യും. എന്ത് ചെയ്യും? ഇന്ന ദിവസം നേരെ വൈകിയാ വന്നേക്കണേ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ റെഗുലർ ആയിട്ട് കാണുന്ന ഒരു കാഴ്ച 2 ദിവസം വീക്കിലി 2 ദിവസമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ വൈകി വരുന്നുണ്ട്. സോ അത് പറ്റില്ല എന്നുള്ള കാര്യം അവരെ മനസ്സിലാക്കി കൊടുക്കുന്നു. സോ ദേ കറക്റ്റ്. അപ്പൊ എന്ത് ചെയ്യാം? എംപ്ലോയീസിന് അത് കറക്റ്റ് ചെയ്യാം. അയ്യോ പിടിക്കപ്പെടും, അല്ലെ? മാനേജ്മെന്റ് അതിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. സോ അങ്ങനെ ഒരു മനസ്സിലാക്കൽ, അങ്ങനെ ഒരു കറക്റ്റ്നെസ് എംപ്ലോയീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. അപ്പൊ അതെന്താണ്? നമ്മുടെ ഒരു
ബിഹേവിയർ ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പൊ ഡിസിപ്ലിൻഡ് ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും there will be improvement in the performance of employees. എംപ്ലോയീസിന്റെ പെർഫോമൻസ് ബിഹേവിയർ ഇംപ്രൂവ്ഡ് ആകും. ഓക്കെ, ആൻഡ് ഓൾസോ they can follow the code of conduct of the organization. ഓർഗനൈസേഷനിൽ അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഒരു കോഡ് ഓഫ് കോണ്ടാക്ട്. കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഓർഗനൈസേഷനിൽ അവർ ഫോളോ ചെയ്യേണ്ട ചില മര്യാദ രീതികൾ, ആദ്യം എന്താ പറയാ, ആചാര മര്യാദകൾ, ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് അച്ചടക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ പാലിച്ചവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അല്ലാതെ ഓർഗനൈസേഷനിലെ ഇതിന് എന്താ പറയാ, റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറുന്നു എന്നിട്ട് അവന് പെനാൽറ്റി, ഫൈൻ ഒക്കെ ഇമ്പോസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്താണ്, അത് നല്ല രീതിയിൽ ഫോളോ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ അത് എന്ത് ചെയ്യും, എംപ്ലോയീസിന്റെ ബിഹേവിയറിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? ഒന്നാമത്തെ ഇംപ്രൂവ്സ് എംപ്ലോയി ബിഹേവിയർ, കഴിഞ്ഞ പറഞ്ഞത് തന്നെയാണ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വൺ, പ്രൊവൈഡ് സെക്യൂരിറ്റി ടു എംപ്ലോയീസ് ആൻഡ് ഇൻ ദ സെയിം ടൈം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് എംപ്ലോയീസിന് ഒരു എന്താ പറയാ, ഒരു സെക്യൂരിറ്റി ഫീലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്താണ് സെക്യൂരിറ്റി ഫീലിംഗ് എന്ന് നമുക്കറിയാം. those who are working in an organization, they have different nature. നമുക്കറിയാലോ, ഓരോ എംപ്ലോയീസും ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ എല്ലാവരും ഒരേ സ്വഭാവത്തിന്റെ രീതിക്കാരല്ല. എല്ലാവർക്കും അവരവരുടേതായ സ്വഭാവ വൈവിധ്യങ്ങളുണ്ട്, ഇല്ലേ? നേച്ചറൊക്കെ, സ്വഭാവ രീതികളൊക്കെ വ്യത്യാസമുണ്ട്. ചിലത് നല്ല ബിഹേവിയർ ആയിരിക്കാം, അല്ല നല്ല ഒന്നിലും ഒരു നെഗറ്റീവ്സ് കാണിക്കുകയോ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് കാണിക്കുകയോ ചെയ്യാത്ത വളരെ ഡീസന്റ് ആയിട്ട് എല്ലാ രീതിയിലും പെർഫെക്റ്റ്നെസ് കീപ്പ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. ചില ആളുകളുണ്ട് ചിലപ്പോഴൊക്കെ അങ്ങനെ മാറിയും പറഞ്ഞേക്ക് വരും. ചില സമയത്ത് ഭയങ്കര പെർഫെക്റ്റ് ആണ്, ചില സമയത്ത് ഉഴപ്പ് ആ രീതിയിലും ഉണ്ട്. ചില ആളുകളുണ്ട് എന്താണ്, എന്ത് ചെയ്താലും അത് ഉഴപ്പ് രീതിയിലാണ്, അല്ല വലിയ കൺസിഡറേഷൻസ് കൊടുക്കാതെ എല്ലാത്തിനെയും നിസ്സാരമായിട്ടില്ല, ഒരു ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ഗൗരവത്തോടെ ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം എല്ലാത്തിനെയും ഒരു എന്താ പറയുക കാഷ്വൽ രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഇങ്ങനെ ഇതുപോലെ ഇഷ്ടംപോലെ ആളുകൾ പല രീതിയിൽ പല നേച്ചറിലുള്ള ആളുകളാണ് വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ചില ആൾക്കാരിലെ ചില ബാഡ് ബിഹേവിയേഴ്സ് എപ്പോഴും മിസ്കണ്ടക്ട് ചെയ്യുന്ന എന്ന് വെച്ചാൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചിലപ്പോ കുറച്ച് ആളുകൾ, കുറച്ച് എംപ്ലോയീസിനെ ഉണ്ടാകാതിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണെന്നറിയോ, ആ ബാഡ് ബിഹേവിയർ ഇറ്റ് അഫക്ട്സ് ദ കോവർക്കേഴ്സ്, അവരുടെ ഒപ്പം ജോലി ചെയ്യുന്ന ചില ആളുകളെയും അവരുടെ ആ ഒരു ബാഡ് ബിഹേവിയർ അഫക്ട് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ എന്താണെന്നറിയോ, നമ്മള് ഇപ്പൊ ഞാനൊരു തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കാതെ എന്റെ തോന്നിയ പോലെ എനിക്ക് ഇഷ്ടം പോലെ ഞാൻ ഓർഗനൈസേഷൻ വരുന്നു, എന്റെ ഇഷ്ടം പോലെ ജോലി ചെയ്യുന്നു, എപ്പോഴെങ്കിലൊക്കെ വരുന്നു, എപ്പോഴെങ്കിലൊക്കെ ഇറങ്ങിപ്പോകുന്നു, ആ രീതിയിൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കാം. അതൊരു ബാഡ് ബിഹേവിയറാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു മിസ്കണ്ടക്ട് ആണ്. അത്തരം എംപ്ലോയീസ് അങ്ങനെ ചെയ്യുമ്പോൾ സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കാൻ നിർബന്ധിതരാണ്. പക്ഷെ തന്നെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്ന് പറയുക, ഞാൻ എന്റെ ഒപ്പം കൂട്ടാനായിട്ട് കുറച്ച് ആൾക്കാരെ കൂട്ടുപിടിക്കാൻ നോക്കും. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു ഇത് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കൊരു കൂട്ട് വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ അതൊക്കെ നടന്നോളൂ, അതൊക്കെ അവര് പറയേണ്ട, വെറുതെ അവരൊന്നും വലിയ ആക്ഷൻസ് ഒന്നുമില്ല, നീ വായന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെയും കൂടി ഈ പറയുന്ന ബാഡ് ബിഹേവിയറിലേക്ക് കൊണ്ടുവരാണ്. അല്ലെങ്കിൽ മിസ്കണ്ടക്ട്, തെറ്റായ രീതിയിൽ ഓർഗനൈസേഷന് തോന്നിയ സമയത്ത് 5 മണി വരെ ജോലി ചെയ്യണം, 4 മണിക്ക് പോയൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ പലപ്പോഴും പോയിട്ടുണ്ട്, നീ പോര് എന്ന് പറഞ്ഞാൽ അവരെയും കൂടി വിളിച്ചുകൊണ്ട് പോകുന്നു. കണ്ടോ, അങ്ങനെ ഒരു എന്താ പറയാ ഇൻഫ്ലുവൻസ്ഡ് ആകാൻ, എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇത്തരം ബാഡ് ബിഹേവിയർ ഉള്ള അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ചെയ്യുന്ന എംപ്ലോയീസിന് ഉണ്ടാകും. പക്ഷേ ചില എംപ്ലോയീസ് ഉണ്ട്, ദോസ് ഹു ആർ ഡിസിപ്ലിൻ, എനിക്ക് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം എന്ന് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഇറ്റ് വിൽ നോട്ട് അഫക്ട് ഈ പറയുന്ന ഏത് തരത്തിലുള്ള ആളുകളുടെയും ബാഡ് ബിഹേവിയർ, മിസ്കണ്ടക്ട് വിൽ നോട്ട് അഫക്ട് ദാറ്റ് പർട്ടിക്കുലർ എംപ്ലോയി. നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഒരിക്കലും അത് ബാധിക്കില്ല. അവർ ചെയ്തോട്ടെ, വൈഷുട്ടായി, ഞാൻ എന്തിനാ അതിന് പോണേ, എനിക്ക് എന്നോട് പറഞ്ഞേക്കുന്നത് ഈ സമയമാണ്, ഞാൻ ഈ സമയത്ത് ഇവിടെ ഇറങ്ങാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് എന്നോട് എത്തിച്ചേരാൻ പറ്റേക്കണം. അപ്പൊ ഐ ഹാവ് ടു റീച്ച് ദ ഓർഗനൈസേഷൻ ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പൊ എനിക്ക് അവിടെ എത്തണം. അപ്പൊ കുഴപ്പമൊന്നുമില്ല, ഈ ബസ്സിൽ പോയാൽ മതി, ഒരുമിച്ച് പോകുന്ന ജോലിക്കാര്. അപ്പൊ ഒരു ബാഡ് ബിഹേവിയർ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ നിൽക്കും, വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ടൊക്കെ പതുക്കെ ഇവിടേക്ക് എത്തുള്ളൂ, ഞാൻ അടുത്ത ബസ്സിന് വരണുള്ളൂ, അല്ലെ? പക്ഷെ എനിക്ക് ചിന്തയുണ്ട്, ഐ ഹാവ് ടു ബി ഡിസിപ്ലിൻഡ് എമംഗ് മൈ വർക്കേഴ്സ്. എന്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ ഞാൻ പാലിക്കേണ്ട ചില അച്ചടക്ക മര്യാദകളുണ്ട്, അത് പാലിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാരെന്ത് ചെയ്യും, ഈ പറഞ്ഞ ഒരു പ്രലോഭനത്തിലും വീഴില്ല, നേരെ ഇത് ജോലിക്കായിട്ട് എത്തിച്ചേരും. ക്ലിയർ ആണോ പറഞ്ഞത്? സോ അങ്ങനെ നമ്മുടെ എംപ്ലോയീസിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒന്ന് കൂടിയാണ് എന്ത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സോ ഡിസിപ്ലിൻ പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദ എംപ്ലോയീസ്. ഓക്കെ,
അപ്പൊ ഡിസിപ്ലിൻ പോളിസി ഷുഡ് ബി അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഡിസിപ്ലിൻ ഒക്കെ ഫോളോ ചെയ്യണമെങ്കിൽ ഡിസിപ്ലിൻ പോളിസി ഷുഡ് ബി ക്ലിയർലി മെൻഷൻഡ്, ക്ലിയർലി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ വർക്കേഴ്സ്. അതായത് വർക്കേഴ്സിന് അതൊക്കെ കൃത്യമായിട്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഡിസിപ്ലിൻ. ഈ ഡിസിപ്ലിനെ അഗേൻസ്റ്റ് ആയിട്ട് പെരുമാറാൻ പറ്റില്ല കേട്ടോ. 5 മണിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഉച്ചയ്ക്ക് നിങ്ങളുടെ ലഞ്ച് ബ്രേക്ക് 1 o'clock-നാണ് അല്ലെങ്കിൽ 1:30-ക്കാണ്. അതിനുശേഷം 2 o'clock വരെ നമ്മുടെ ലഞ്ചിനും കഴിക്കാനും മറ്റൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ശേഷം 2 o'clock-ന് വീണ്ടും നമ്മൾ നമ്മുടെ റൈറ്റ് പ്ലേസിൽ എവിടെയാണ് നമ്മൾ ജോലി ചെയ്യാനിരിക്കുന്ന സ്ഥലം അവിടേക്ക് കൃത്യമായി എത്തിച്ചേരണം. ഇങ്ങനെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? എംപ്ലോയീസ് ഹാവ് ടു ഫോളോ. ആ പോളിസീസ് ഒക്കെ എംപ്ലോയീസ് ഫോളോ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു സെക്യൂരിറ്റി. അപ്പൊ നമ്മൾ അതൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഞാൻ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ല. ഡിസിപ്ലിൻഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ. സോ ഇറ്റ് ഗിവ്സ് ഓർ പ്രൊട്ടക്ട് ദ എംപ്ലോയീസ് പലതരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന്, ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്നൊക്കെ എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഡിസിപ്ലിൻ ആണ് സഹായിക്കുക. അപ്പൊ എനിക്ക് ഡിസിപ്ലിൻഡ് ആകണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കണം. അല്ലാതെ മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ അവരുടെ കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് കാര്യമില്ല. അവർ ചെയ്തോട്ടെ, കുഴപ്പമില്ല. അതിന്റെ കോൺസിക്വൻസസ് വിൽ ബി ടു ദം. അവർക്കായിട്ട് അതിന്റെ സ്ഥലം ഉണ്ടാകുക. എനിക്ക് ഡിസിപ്ലിൻഡ് ആകണമെന്ന് ഞാൻ സ്വയമേവ ചിന്തിക്കണം. So that I can be disciplined anywhere, എവിടെ വേണമെങ്കിലും, ഏത് സൊസൈറ്റിയിലായിക്കോട്ടെ, ഏത് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോഴായിക്കോട്ടെ, and I am communicating with my employees, എന്റെ കൂടെയുള്ള ജോലിക്കാരും കോവർക്കേഴ്സ് കൊളീഗ്സുമായിട്ടുള്ള എന്റെ ഇടപഴകലിലായിക്കോട്ടെ, I have to keep my discipline. ഞാൻ ഡിസിപ്ലിൻഡ് ആണ്. അപ്പൊ ഡിസിപ്ലിൻഡ് ആകാനായിട്ടുള്ള ഒരു പ്രേരണ അത് ഉണ്ടാകുമ്പോ എംപ്ലോയീസ് എന്താകും? കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ബിഹേവ് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ഒരു സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ആണ്. തേർഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിന്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു ഇംപ്രൂവ്സ് ഇറ്റ്സ് പെർഫോമൻസ്. എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ വർദ്ധിപ്പിക്കും. എന്ന് വെച്ചാൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പോളിസീസ്, ഇഫ് ദർ ഈസ് എ ക്ലിയർ discipline policy in an organization, it makes the employees to work effectively and efficiently. നല്ലൊരു പേഴ്സണൽ പോളിസി, തൊഴിൽപരമായിട്ടുള്ള നല്ല നയങ്ങള്, അച്ചടക്കപരമായിട്ടുള്ള നയങ്ങളൊക്കെ നല്ലതാണ് എങ്കിൽ, നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സ് എന്ത് ചെയ്യും? വളരെ ഇഫക്റ്റീവായിട്ട് ജോലി ചെയ്യും. മാത്രമല്ല അവരുടെ ആ ഡിസിപ്ലിൻ എന്ന് പറയുന്ന അജണ്ടയിൽ they can easily deal with some issues or problems നമ്മളുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന എംപ്ലോയീസ് തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷനിലെ വർക്ക് ഫോഴ്സ് തന്നെ, മാൻ പവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളെ, പ്രോബ്ലംസിനെ ഒക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? ഒരു എംപ്ലോയി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ അവർക്ക് പറ്റും. ഏത് സാഹചര്യത്തെയും നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അല്ലാതെ ചില ഡിസിപ്ലിൻഡ് അല്ലാത്തവരാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ചിലപ്പോ ചില പ്രോബ്ലംസ്, ആ പ്രോബ്ലംസ് അവിടെ എടുത്ത് പറയുന്നത് ഡിസൊബീഡിയൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, എന്താ പറയാ, നമ്മുടെ ഓർഗനൈസേഷന്റെ ചില നിയമങ്ങള്, ഓർഡേഴ്സ് അതൊക്കെ ഉണ്ടെങ്കിൽ കമ്പനിയുടേതായ നിയമങ്ങൾ അതൊക്കെ ഡിസൊബീഡിയന്റ് ആവുക. അതെന്താ? അനുസരിക്കാതിരിക്കുക. പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള കുറെ ഓർഗനൈസേഷന്റെ പോളിസീസ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുക. നോൺ ഡിസൈറബിൾ പെർഫോമൻസ് ബൈ ദ എംപ്ലോയീസ്. എംപ്ലോയീസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള എംപ്ലോയീസിന്റെ ചില ഇടപെടലുകൾ, പെർഫോമൻസ്. ആബ്സെൻസ് ഓഫ് കോൺസെൻട്രേഷൻ. പിന്നെ എന്താ? ചെയ്യുന്ന ജോലിയിൽ കോൺസെൻട്രേറ്റഡ് അല്ല, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു, അതിന്റെ ഇടയിൽ കൂടി ജോലി ചെയ്യുന്നു. അപ്പൊ എന്ത് പറ്റും? ഇതിനകത്ത് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അല്ല, ഞാനിപ്പോ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് എന്റെ ചിന്ത വേറെ രീതിയിലേക്ക് പോയാലോ? ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അത് കൃത്യമായിട്ട് പുറത്തേക്ക് വരില്ല, അല്ലെ? അത് വേറെ രീതിയിലേക്കൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോകും. സോ ഐ ഹാവ് ടു ബി കോൺസെൻട്രേറ്റഡ് ഇൻ മൈ വർക്ക്. എനിക്ക് എന്റെ ജോലിയിൽ കോൺസെൻട്രേഷൻ കിട്ടണം. അപ്പൊ എന്താണ് പറ്റുക? അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ, ഡിസിപ്ലിൻഡ് ആവാം. ഏത് കാര്യത്തിലും കൃത്യമായിട്ട് കൃത്യതയോടെ അച്ചടക്കവും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ആ ഒരു എന്താ പറയാ, കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആകും. ഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയീസ് വിൽ ഓൾസോ ഗിവ് ബെറ്റർ റിസൾട്ട്സ് ബൈ ദർ പെർഫോമൻസ്. അവരുടെ പെർഫോമൻസിലൂടെ നല്ല റിസൾട്ട് കൊണ്ടുവരാനും സാധിക്കും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അത് ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വഴിതെളിക്കുന്നു. ആ കാര്യങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണോ അതിനെ ഫേസ് ചെയ്യാനായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സാധിക്കുള്ളൂ. ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ളവർക്ക് പറ്റില്ല. പിന്നെ എന്താ പറയാ, നോൺ ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദ ഡ്യൂട്ടീസ്. ചെയ്യുന്ന ജോലിയോട് ഒരു അർപ്പണ മനോഭാവം ഇല്ല,
എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു, ഒരു ഡെഡിക്കേഷൻ ഇല്ലാണ്ട് ചെയ്യുന്നു. മാത്രമല്ല വേസ്റ്റിംഗ് ടൈം അറ്റ് ദ വർക്ക് പ്ലേസ്, ജോലി സ്ഥലത്ത് വെറുതെ ആവശ്യമില്ലാത്ത സമയം കളയുക, അങ്ങോട്ട് കടന്ന് ഇങ്ങോട്ട് കടന്ന് വെറുതെ സമയം കളയുക, ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യാനായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് വളരെയധികം എളുപ്പമായിരിക്കും. എന്ന് വെച്ചാൽ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്നൊക്കെ മാറിപ്പോകാൻ പറ്റും. കാരണം എന്താ, അതിൽ നിന്നൊക്കെ മാറിപ്പോകാനാണ് ഉള്ള പ്രേരണയാണ് ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന എംപ്ലോയീസിന് ഇത്തരം കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അവരൊന്നും അവരൊന്നും വീഴില്ല, അതിനെയൊക്കെ മറികടന്ന് അതിനെയൊക്കെ അതിജീവിച്ച് എന്ത് ചെയ്യും, സക്സസിലേക്ക് വരും. അപ്പൊ they will perform effectively. അപ്പൊ അവർ എന്ത് ചെയ്യും, വളരെ ഇഫക്റ്റീവ് ആയിട്ട് ജോലി ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ ഡിസിപ്ലിൻ ഇംപ്രൂവ്സ് പെർഫോമൻസ്, എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ പോളിസി. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. എ പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസി മേക്സ് എംപ്ലോയീസ് വർക്ക് എഫിഷ്യന്റ്ലി ഓർ ഇഫക്റ്റീവ്ലി. ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. നെക്സ്റ്റ് വൺ. ഇനി നാലാമത്തേത് എന്താണ്? നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ, ഡിസിപ്ലിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ എന്താ പറഞ്ഞത്? ഡിസിപ്ലിനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇറ്റ് ഇംപ്രൂവ്സ് ദ എംപ്ലോയീസ് ബിഹേവിയർ, എംപ്ലോയീസിന്റെ ബിഹേവിയർ വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് ഇറ്റ് പ്രൊവൈഡ് സെക്യൂരിറ്റി ടു എംപ്ലോയീസ്, എംപ്ലോയീസിന് ഒരു സുരക്ഷിതത്വ ബോധം. എന്ന് വെച്ചാൽ ഡിസിപ്ലിൻഡ് ആയവർക്ക് എന്തും ചെയ്യാം, കുഴപ്പമില്ല, കാരണം അവർ സുരക്ഷിതരാണ്, കാരണം അവർ അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യട്ടെ. അപ്പൊ വേറെ കാര്യങ്ങളും അതിനകത്ത് വരുന്നില്ല. ഒരു ഏതെങ്കിലും ബാഡ് ബിഹേവിയർ ഉള്ള ആളുകൾ, മിസ്കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്താലൊന്നും ബാധിക്കില്ല, ബിക്കോസ് ഡിസിപ്ലിൻ. അപ്പൊ അവർക്ക് ഒരു സെക്യൂരിറ്റി ഉണ്ട്, അതിനനുസരിച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് മാത്രമാണ്. ദെൻ ഇറ്റ് ഓൾസോ ഇംപ്രൂവ്സ് പെർഫോമൻസ്, എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നു ഒരു നല്ല ഡിസിപ്ലിൻ പോളിസി ഉണ്ടെങ്കിൽ. ആൻഡ് ലാസ്റ്റ് ഇൻക്രീസസ് ഓർഗനൈസേഷൻസ് പ്രോഫിറ്റ്. നോക്കിയേ, ഓർഗനൈസേഷന്റെ ലാഭം വർദ്ധിപ്പിക്കാനും ഡിസിപ്ലിൻ കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ്. എ ഗുഡ് ഡിസിപ്ലിൻഡ് പോളിസി, നല്ലൊരു ഡിസിപ്ലിൻ പോളിസി ഉണ്ടെങ്കിൽ, എംപ്ലോയീസിന്റെ ഇടയിൽ നല്ലൊരു ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടെങ്കിൽ, മാത്രമല്ല അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു എ ഫ്രണ്ട്ലി, എന്താ പറയാ, ഒരു എൻവയോൺമെന്റ്, ഒരു നല്ലൊരു അന്തരീക്ഷം, ഒരു ഫ്രണ്ട്ലി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ഓർഗനൈസേഷനിൽ ഉണ്ടാകുക. ആൻഡ് ഓൾസോ ദ എംപ്ലോയീസ് പെർഫോം മോർ എഫിഷ്യന്റ്ലി. അങ്ങനെ ഒരു ബന്ധുവിനും എല്ലാവരും തമ്മിൽ പരസ്പര ഐക്യത്തോടെ ഫ്രണ്ട്ലി ആയിട്ട് അവരെല്ലാവരും അവരവരുടെ ജോലികൾ സ്മാർട്ടായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വിൽ ഗെറ്റ് ബെറ്റർ റിസൾട്ട്, നല്ല ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ ഓർഗനൈസേഷന് സാധിക്കും. ആ നല്ല ഒരു ഔട്ട്പുട്ട്, ബെറ്റർ റിസൾട്ട്, ബെസ്റ്റ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്താ പ്രത്യേകത? ഇറ്റ് വിൽ ലീഡ്സ് ടു ദ ഇൻക്രീസ് പ്രോഫിറ്റ്, ലാഭക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റും. മനസ്സിലായോ? അതന്നെ, പ്രോഫിറ്റ് കൂടും. അതായത് പ്രൊഡക്ടിവിറ്റി കൂടിയാലാണ് പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുള്ളൂ. സോ പ്രൊഡക്റ്റീവ് ആക്കേണ്ടത് ആരെയാണ്? എംപ്ലോയീസിനെയാണ്. എംപ്ലോയീസ് പ്രൊഡക്റ്റീവ് ആകണമെങ്കിൽ എന്ത് വേണം? There should be discipline. അവര് ഡിസിപ്ലിൻഡ് ആവണം. അച്ഛനൊക്കെ മര്യാദയോട് കാര്യങ്ങൾ ചെയ്താൽ, കാരണം ഈ മര്യാദ നമുക്ക് പാലിക്കേണ്ടതാണ്, അല്ലെ? ഒരു സ്കൂളിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ചെറിയ ക്ലാസ്സുകൾ തുടങ്ങി, നമ്മൾ LKG തുടങ്ങി ക്ലാസ്സുകളിൽ പോയി, അല്ലെ? ഓരോ ക്ലാസ് മുകളിലേക്ക് വന്ന് നമുക്ക് അവിടെ ഫോളോ ചെയ്യേണ്ട ചില ഡിസിപ്ലിൻ പോളിസീസ് ഉണ്ട്. വീട്ടിൽ ചെയ്യുന്ന പോലെയല്ല, അവിടെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിന്റെ ഒരു പോളിസി അവിടെ ഉണ്ട്. അത് മറ്റുള്ളവര് ടീച്ചേഴ്സ് പറഞ്ഞ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾ പറഞ്ഞൊക്കെ നമ്മൾ പറഞ്ഞ് അറിഞ്ഞ് അസംബ്ലിയിലൂടെയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഡിക്ലെയർ ചെയ്യുന്നു, അവരെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന ഡിസിപ്ലിൻ ആണ് ഇവിടെ, സമയത്തിന് ഇന്ന സമയത്തിന് ഫസ്റ്റ് ബെൽ അടിക്കുമ്പോൾ സ്കൂൾ കോമ്പൗണ്ടിൽ കുട്ടികൾ എത്തിയിരിക്കണം, അല്ലെങ്കിൽ എത്തിച്ചിരിക്കണം പാരന്റ്സ് എന്നുള്ള പോളിസീസ് ഒക്കെ പറയുന്നു. റെഗുലർ ആയിട്ട് ഏതെങ്കിലും ഒരു കുട്ടി സ്കൂളിന്റെ ഗേറ്റ് അടച്ചു, അവിടെ പറയുന്നത് കേൾക്കുന്നില്ല, എല്ലാ ദിവസവും ഇത് തന്നെ നമ്മൾ ഗേറ്റ് തുറക്കാൻ ഒരാളെ ഏൽപ്പിക്കേണ്ടി വരും. കാരണം ആ കുട്ടി എല്ലാ ദിവസവും നേരം വൈകി വരുന്നു, അതിന്റെ പാരന്റ് അപ്പൊ കൊണ്ടുവന്നാക്കുന്നു. അപ്പൊ എന്താണ് അത്? ഡിസിപ്ലിൻ അഗെയിൻസ്റ്റ് ആണ്. സോ നമ്മൾ ഏത് സാഹചര്യങ്ങളിലായിരിക്കുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ പാലിക്കേണ്ട ചില ഡിസിപ്ലിൻ ഉണ്ട്. പക്ഷെ ഓർഗനൈസേഷനിൽ ചില പേഴ്സണൽ പോളിസീസും അതിനൊക്കെ ഉണ്ട്. എന്താണ്? തൊഴിൽപരമായിട്ടുള്ള ചില പോളിസീസും അവർ ഫോളോ ചെയ്യുന്നതുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യുമ്പോൾ the employees will be performing effectively and efficiently. ഓരോ എംപ്ലോയീസ് എന്ത് ചെയ്യും? ഡിസിപ്ലിൻ ആണ്. സമയത്തിന് വരുന്നു, സമയത്തിന് അവരുടെ സീറ്റിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു, ജോലി ചെയ്യേണ്ട സമയത്ത് ഇരുന്ന് ഫോണിൽ വിളിക്കുകയോ ഫോണിൽ തോന്നി റീൽസ് കാണുകയോ ചെയ്യാതെ അവരുടെ ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ നല്ല രീതിയിൽ എല്ലാ എംപ്ലോയീസും പ്രവർത്തിച്ചാൽ ചെയ്യും. ഇറ്റ് ഇൻക്രീസസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കും. എന്ന് വെച്ചാൽ എന്താണോ അവർ ഉത്പാദിപ്പിക്കുന്നത് അവിടെ, മേബി ഗുഡ്സ് ഓർ സർവീസസ്, സാധനങ്ങളായിക്കോട്ടെ സേവനങ്ങളായിക്കോട്ടെ. ഇപ്പൊ സാധനങ്ങളായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും, കമ്പനി ആയിരിക്കാം. അവിടെ കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കി ഉത്പാദിപ്പിക്കാം. കാരണം എന്താ?
ഡിസിപ്ലിൻഡ് ആയിട്ട് എല്ലാ എംപ്ലോയീസും അവരവരുടെ ജോലി അച്ചടക്കത്തോടെ കൃത്യനിഷ്ഠയോടെ ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ ഒന്നും ലാഗില്ല, എല്ലാവരും കറക്റ്റ് ആയിട്ട് ജോലി ചെയ്യാമല്ലോ. അപ്പൊ അവിടെ പ്രൊഡക്ടിവിറ്റി കൂടും. മനസ്സിലായോ? അതേസമയം അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ എല്ലാവരും ഉഴക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? വേണ്ടത്ര റിസൾട്ട് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്ന റിസൾട്ട് അവിടെ കിട്ടുന്നില്ല. എന്താണ് പാളിച്ച? എവിടെയാണ് പാളിപ്പോയത്? എവിടെയാണ് പോരായ്മ വന്നത്? അന്വേഷിക്കേണ്ടി വരും, റിസർച്ച് നടത്തേണ്ടി വരും, പഠനങ്ങൾ നടത്തേണ്ടി വരും, അല്ലെ? പിന്നീട് അതിനകത്ത് കറക്ഷൻസ് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു നല്ല ഇഫക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യാൻ നല്ല ഡിസിപ്ലിൻ പോളിസി ഷുഡ് ബി ദർ. അവിടെ വേണം. അത് പാലിക്കേണ്ടത് എംപ്ലോയീസ് ആണ്. എംപ്ലോയീസ് ഇതെല്ലാം കൃത്യമായി പാലിച്ചാൽ ഇറ്റ് ഇൻക്രീസസ് ദെയർ പെർഫോമൻസ്. അവരുടെ പെർഫോമൻസിനെ വർദ്ധിപ്പിക്കുന്നു. അവർ മോർ എഫിഷ്യന്റ് ആകും. മോർ എഫിഷ്യൻസി വിൽ ഗിവ് മോർ റിസൾട്ട്. കൂടുതൽ റിസൾട്ട് കൊണ്ടുവരും. മോർ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ ഡിസിപ്ലിൻ പോളിസി എന്ന് പറയുന്നത് ഇറ്റ് നോട്ട് ഓൺലി എന്താ പറയാ ബ്രിങ്സ് ദ എംപ്ലോയീസ് ഫോർ എ ലോങ്ങർ പീരീഡ്, ഹോൾഡ് ഓർ റിറ്റെയിൻസ് ദ എംപ്ലോയീസ് ഫോർ എ ലോങ്ങർ പീരീഡ്. ഇങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പെട്ടെന്നൊന്നും തള്ളിക്കളയില്ല. എന്തെങ്കിലും ഒരു എന്താ പറയാ ഇഷ്യൂ വന്നു, ചില എംപ്ലോയീസിനെ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് മാറ്റണം. പക്ഷെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എപ്പോഴും അവിടെ ഒരു പരിഗണന ഉണ്ടായി. കാരണം അവരെല്ലാം കൃത്യമായി ചെയ്യുന്നു, എഫിഷ്യന്റ് ആയി ജോലി ചെയ്യുന്നു, കൃത്യസമയത്ത് ജോലിക്ക് വരുന്നു, കൃത്യസമയത്ത് മാത്രം പോകുന്നു. അങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണ്. ചില സാഹചര്യങ്ങളിൽ ചില എംപ്ലോയീസിനെ മാറ്റേണ്ടത് അവരുടെ ബിസിനസിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയോ, ലാഭക്ഷമത കുറഞ്ഞു, കോസ്റ്റ് വളരെ അധിക ചെലവ് വരുന്ന ചില എംപ്ലോയീസ് ഒക്കെ നിൽക്കുന്നത് കൊണ്ട് അധിക ചെലവുകളൊക്കെ കുറയ്ക്കാനായിട്ടേ അഡീഷണൽ കോസ്റ്റ് ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില എംപ്ലോയീസിനെ മാറ്റും. ലേ ഓഫ് എന്ന് പറയും അതിനെ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ചില ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ താറുമാറാകുന്ന ഓർഗനൈസേഷൻസ് ദേ മേ മേക്ക് സം എംപ്ലോയീസ് ടു ലീവ്, റിലീസ് ചെയ്യും കുറെ എംപ്ലോയീസിനെ. അതൊരു സ്പെസിഫിക് പീരീഡിലേക്കൊന്നുമല്ല, കുറച്ച് നാളത്തേക്ക്. ചിലപ്പോൾ ഇനി അതേ സമയം എന്തെങ്കിലും ഇതുണ്ടെങ്കിലും വിളിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാറ്റി നിർത്തലാണ്. അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ മാറ്റുമ്പോൾ ഇങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഒരു എന്തുണ്ട്, ഒരു സെക്യൂരിറ്റി ഉണ്ട്, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. കാരണം എന്താ, അവരെ ലോങ്ങർ പീരീഡിൽ നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്യും. കാരണം ഒരു ഡിസിപ്ലിൻഡ് അല്ലേ, അതുകൊണ്ട് അവരെ വിടാനൊന്നും സാധിക്കില്ല. അവർ വിടില്ല എംപ്ലോയർ അല്ലെങ്കിൽ മാനേജ്മെന്റ്. ആൻഡ് ഓൾസോ ഡിസിപ്ലിൻ പോളിസി നല്ലതാണെങ്കിൽ they can also attract more young people or candidates from outside. കൂടുതൽ ചെറുപ്പക്കാരായിട്ടുള്ള പുതിയ ഉദ്യോഗാർത്ഥികളെ നമുക്ക് പുറത്തുനിന്ന് അട്രാക്ട് ചെയ്യാനും പറ്റും. കാരണം എന്താ, ഒരു ഓർഗനൈസേഷനിലെ ഡിസിപ്ലിൻ പോളിസി ഒക്കെ കണ്ടിട്ട് അട്രാക്റ്റഡ് ആയി വരുന്ന ജോലിക്കാരുണ്ട്. അവിടെ ജോലി കിട്ടിയാൽ കൊള്ളാം, കാരണം അവിടെ കൃത്യമാണ് എല്ലാം, നല്ല പ്രോഫിറ്റബിലിറ്റി, നല്ല ലാഭമുള്ള ബിസിനസ്സാണ് അവർ ചെയ്യുന്നത്. ആ ബിസിനസ്സിൽ അവിടെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആളുകൾ ആഗ്രഹിക്കും. കാരണം പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന് കിട്ടുന്ന ഒരു വലിയ കുപ്പിലാണ് അല്ലെ. ഏറ്റവും കൂടുതൽ ലാഭം ഇന്ന ഓർഗനൈസേഷൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന ബിസിനസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഉള്ളതിലേക്ക് ജോലിക്ക് വരാനായിട്ട് എംപ്ലോയീസ് കൂടുതൽ ആഗ്രഹിക്കുന്നു. അപ്പൊ കൂടുതൽ യങ് ബ്ലഡിനെ, യങ് ആളുകളെ നമുക്ക് അട്രാക്ട് ചെയ്യാനും ആസ് വെൽ ആസ് അതുപോലെ തന്നെ നമുക്ക് ഉള്ള എംപ്ലോയീസിനെ ഹോൾഡ് ചെയ്യാനും പറ്റുന്ന ഒന്നാണ് എന്ത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ, എംപ്ലോയർ ഡിസിപ്ലിൻ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ. ക്ലിയർ ആയോ? Yes. So our first sentence on underline A, if proper discipline is maintained among the employees in an organization, automatically a friendly environment will push the employees to perform more efficiently. In the sentence underline cheyyata first sentence. And the sentence, once an effective input is given by the employees, disciplined employees and ഒരു effective input കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നല്ല രീതിയിലായിരിക്കും, മാത്രമല്ല അത് പ്രോഫിറ്റബിൾ ആയിരിക്കും കേട്ടോ. അതുകൂടി അണ്ടർലൈൻ ചെയ്യാം. വൺസ് ആൻ ഇഫക്റ്റീവ് ഇൻപുട്ട് എന്ന് തുടങ്ങി പ്രോഫിറ്റബിൾ ടു ദ ഓർഗനൈസേഷൻ വരെ അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഒരു സെന്റൻസ് കൂടി ഉണ്ട്. ഓർഗനൈസേഷൻസ് വിത്ത് ദാറ്റ് ഒന്നും വേണ്ട, എന്താ പറയാ ഒരു ഫിലോസഫി, പൊതുവായ ഒരു തത്വമാണ് പറയുന്നത്. ഓർഗനൈസേഷൻസ് വിത്ത് പ്രോപ്പർ എംപ്ലോയി ഡിസിപ്ലിൻ പോളിസി, ഒരു നല്ല ഡിസിപ്ലിൻ പോളിസി ഉള്ള ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യും, നോട്ട് ഓൺലി ഹോൾഡ് ദ എംപ്ലോയീസ് ഫോർ എ ലോങ്ങർ പീരീഡ്, കൂടുതൽ നാളത്തേക്ക് ഒരു നിലവിലുള്ള എംപ്ലോയിനെ കൂടുതൽ കാലം പിടിച്ചു നിർത്തുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെ എന്താ ചെയ്യുന്നത്, ബട്ട് ഓൾസോ അട്രാക്ട് മോർ യങ് ബ്ലഡ്, കൂടുതൽ ആളുകളെ തന്റെ ഓർഗനൈസേഷനിലേക്ക്
എന്ത് ചെയ്യുന്നു? ആകർഷിക്കുകയും കൂടി ചെയ്യുന്നു എന്ന് കേട്ടോ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. അപ്പൊ ഡിസിപ്ലിൻ കൊണ്ട് ഈ രണ്ട് ഒരു നേട്ടമുണ്ട്. നിലവിലുള്ള ഞാനിപ്പോ നല്ല ഡിസിപ്ലിൻഡ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് ഇവിടുത്തെ കുറച്ച് ടീച്ചർമാരെ പറഞ്ഞു വിടണം. പറഞ്ഞു വിടണം എന്ന് നോക്കുമ്പോൾ നമുക്ക് വീഴാൻ പോണത് അർപ്പിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ നോക്കുന്നത് എന്തായിരിക്കും? പെർഫോമൻസ് മാത്രം നോക്കുമല്ല, പെർഫോമൻസ് മാത്രമല്ല നോക്കുക, അവരുടെ ഡിസിപ്ലിൻ എങ്ങനെയാണ് ഐ ആം ബിഹേവിംഗ് ഇൻ ഓർഗനൈസേഷൻ, എന്റെ ബിഹേവിയർ, എന്റെ ഡിസിപ്ലിൻ, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നോക്കും. അപ്പൊ ഡിസിപ്ലിൻ നമ്മളെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ ഞാൻ ഡിസിപ്ലിൻഡ് അല്ല എങ്കിൽ ചിലപ്പോ ആദ്യത്തെ ചാൻസ് എനിക്ക് വരും ടീച്ചർ കോട്ടെ കൊടുത്തിട്ട്. കാരണം ടീച്ചർ എല്ലാ ദിവസവും നേരം വൈകി എത്ര പറഞ്ഞാലും ടീച്ചർ കേൾക്കൂല. എനിക്ക് തോന്നി കേൾക്കും ടീച്ചർ ഇറങ്ങി പോകുന്നു. അതിന് നമുക്ക് ഇവിടുത്തെ എപ്പോഴെങ്കിലും അലിശയും പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടണം. ഏതായിരിക്കും ആദ്യം മാനേജ്മെന്റിന്റെ മനസ്സിൽ തോന്നുന്ന ആ കാര്യം. ഓക്കെ, ബട്ട് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് ടു ഹോൾഡ് ദ എംപ്ലോയി ഇൻ ദ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയിനെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം മാത്രമല്ല, പുറത്തുനിന്ന് പുതിയ ബ്ലഡിനെ, പുതിയ ബ്ലഡ് എന്ന് വെച്ചാൽ പുതിയ കാൻഡിഡേറ്റ്സിനെ, പുതിയ ഉദ്യോഗാർത്ഥികൾ നമുക്ക് തേടാനും ഈ എന്താ പറയാ നല്ലൊരു ഡിസിപ്ലിൻ പോളിസി ഓർഗനൈസേഷനിൽ മസ്റ്റാണ്. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ പാർട്ട്. ആ ഒരു പാർട്ടിന്റെ, അതായത് നമ്മൾ പറഞ്ഞു ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഗ്രീവാൻസ് അല്ലെ, അതായത് നമ്മുടെ എംപ്ലോയീസിന്റെ തൃപ്തി കുറവ്, അസംതൃപ്തി, അല്ലെങ്കിൽ അവരുടെ കംപ്ലൈന്റുകൾ, അങ്ങനെ ഒരു ഭാഗം, അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതിന്റെ ഒബ്ജക്റ്റീവ്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഭാഗമായിരുന്നു. ഡിസിപ്ലിൻ ആകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസിപ്ലിൻ എന്താണ്, അതുപോലെ തന്നെ ഇൻഡിസിപ്ലിൻ, ഡിസ്കണ്ടക്ട് എന്ന് പറയുന്ന ഒരു ഭാഗവും നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗം കഴിഞ്ഞു. ഇനി ഇതിന്റെ ലാസ്റ്റ് ഭാഗമാണ്. ഒരു ടോപ്പിക്കും കൂടി ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. എന്തായിരുന്നു അത്? എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഉണ്ടോ ചാപ്റ്ററിലുണ്ടോ അങ്ങനെ? യെസ്, എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. എംപ്ലോയി ഹെൽത്ത്, നമ്മൾ ഹെൽത്ത് എന്ന് പറയാറില്ലേ? ഹെൽത്ത് എന്ന് പറയുമ്പോ ഓ ഷീസ് സോ ഹെൽത്തി, അല്ലെങ്കിൽ ഹീസ് സോ ഹെൽത്തി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ആരോഗ്യമുള്ള ആള് എന്ന് വെച്ചാൽ രോഗം ഇല്ലാത്ത അവസ്ഥ, അതാണ് ആരോഗ്യം അല്ലെ? അതെ, അങ്ങനെയല്ലേ, രോഗമില്ലാത്ത അവസ്ഥ. അപ്പൊ നമ്മൾ ചിലപ്പോഴൊക്കെ രോഗവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ എന്താകുക ഹെൽത്ത് എന്ന് പറയുന്ന ഒരു വാക്കിനെ നമ്മൾ മീൻ ചെയ്തത്. പക്ഷെ അത് സിംപ്ലി സിക്നെസ് അല്ല ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ആക്റ്റീവായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, ഒരു കൺസ്ട്രക്റ്റീവ് ആണ്, ഒരു സ്ഥാപിതമായ ഒരു കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്ന് പറയും. അല്ലെങ്കിൽ ഡിസീസസിനെ സൂചിപ്പിക്കാൻ, രോഗം അല്ലെങ്കിൽ സിക്നെസ് അല്ലെങ്കിൽ ഇഞ്ചുറീസ്, ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയല്ല ഹെൽത്ത് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സിംപ്ലി അത് സിക്നെസ് അല്ല ഉദ്ദേശിക്കുന്നത്. സിക്നെസ് ഇല്ലാത്തൊരവസ്ഥ, ദാറ്റ് ഈസ് കോൾഡ് ഹെൽത്ത് എന്ന് മാത്രം ഉദ്ദേശിക്കരുത് എന്നാണ്. കുറച്ചുകൂടി ബ്രോഡായിട്ട് നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയി ഹെൽത്ത് എന്ന് പറയുന്നത് എന്താ പറയാ ഓർഗനൈസേഷണൽ ഹെൽത്ത് ആണ്. എംപ്ലോയിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ആരോഗ്യമാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്നും വേണമെങ്കിൽ പറയാം. പേരുണ്ട്, മറ്റു പേരാണ് ഓർഗനൈസേഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹെൽത്ത്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഈ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് പീപ്പിൾസ് ഫിറ്റ്നസ് and also the defensive remedy which can be applied in various industries. നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി വേണം, ആരോഗ്യപരമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ വേണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? അതിനൊരു സിസ്റ്റം വേണം. എന്തിനാ? പീപ്പിൾസ് ഫിറ്റ്നസ്. അവിടെയുള്ള ജോലിക്കാരെ നമ്മൾ ഫിറ്റ് ആക്കണം. എങ്ങനെ ഫിറ്റ് ആക്കണം? അവരുടെ ജോലിയിൽ ഫിറ്റ് ആകണം, അവർ ചെയ്യുന്ന ഓരോ പെർഫോമൻസിലും അവർ ഫിറ്റ് ആകണം. അവർ ഫിറ്റ് ആക്കുക മാത്രമല്ല, എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഓർഗനൈസേഷനിൽ വരുമ്പോൾ അതിന് എടുക്കാവുന്ന ചില റെമഡിയൽ മെഷേഴ്സ്, എന്താണ് അതിന് പരിഹാരം, അതിന് നമ്മൾ ഡിഫെൻഡീവ് ആയിട്ട് നമ്മൾ എങ്ങനെ അതിനെ പരിഹരിക്കും എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്നതാണ് ഓർഗനൈസേഷന്റെ ഹെൽത്ത്. ഓർഗനൈസേഷൻ റൺ ചെയ്യുമ്പോൾ നമുക്കറിയാം മാനേജ്മെന്റ് മാത്രം ഉണ്ടായ ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. എംപ്ലോയീസ് മാത്രമാണെങ്കിലും ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. ഇവരുടെ രണ്ടു കൂട്ടരുടെയും കൂടി ഒരു ബോണ്ടിങ് ആണ് എന്താ പറയാ ദ റിസൾട്ട് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ലാഭം ഉണ്ടാക്കലും അവരുടെ പ്രൊഡക്ടിവിറ്റിയും ഒക്കെ രണ്ടും കൂടി ചേർന്നാലേ പറ്റുള്ളൂ. അപ്പൊ ഓർഗനൈസേഷനിൽ ഹൗ ദ പീപ്പിൾസ് ആർ ഫിറ്റ്, എങ്ങനെയാണ് ഓരോ എംപ്ലോയീസും ഫിറ്റ് ആയിരിക്കുന്നതെന്നും അവർക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും ഹൗ ദേ ടേക്ക് സം റെമഡിയൽ മെഷേഴ്സ്, അതിനെ അവർ പരിഹരിക്കാൻ സ്വയം എങ്ങനെ ശ്രമിക്കും എന്നുള്ളതൊക്കെ ഈ ഹെൽത്തിൽ വരും. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ ഒരു ഓർഗനൈസേഷൻ ആണ്, ഇവിടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും നമ്മൾ എങ്ങനെ നേരിടുന്നു, മനസ്സിലായോ? അതുകൂടി ഉണ്ട് ഹെൽത്ത് എന്ന് പറയുന്നത്. അതാണ് ആരോഗ്യം. അല്ലാണ്ട് നമ്മളുടെ അടുത്തേക്ക് വന്ന് നമ്മളെ പിടികൂടുന്നതല്ല എന്ത്
സിക്നസ്, അത് സിക്നസ് രോഗം നമ്മൾ പറയും. പക്ഷെ ഇവിടെ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്, ഓർഗനൈസേഷൻ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൗ ഐ ആം ഫിറ്റ് ഓർ നോട്ട് ഫോർ മൈ പെർഫോമൻസ്. എന്റെ ജോലി പെർഫോം ചെയ്യാനായിട്ട് ഞാൻ ഫിറ്റ് ആണോ അല്ലയോ. മാത്രമല്ല അത്തരം സാഹചര്യങ്ങളിൽ എനിക്കുണ്ടാകുന്ന ചില പ്രോബ്ലംസ് ഒക്കെ, ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതെങ്ങനെ ഫേസ് ചെയ്യും, അതെങ്ങനെ അപ്ലൈ ചെയ്യും, അതിനെങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും, ഇതൊക്കെ നോക്കിയിട്ടാണ് എംപ്ലോയി ഹെൽത്ത് എന്ന് എന്ത് പറയുന്നത് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് അതാണ് ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് മനുഷ്യന്മാരുടെ ഫിസിക്കലായിട്ടുള്ള ആരോഗ്യം അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് വാട്ട് ഇസ് ദ എയിം ഓഫ് ഓർഗനൈസേഷണൽ ഹെൽത്ത്? It is to avoid the occurrence of a particular disease instead of focusing on the treatment of that particular disease. അതായത് നമ്മൾ പണ്ട് ഉള്ള കാരണവന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ടായി അല്ലെ, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ ശ്രദ്ധിക്കുന്നതാണ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? അങ്ങനെ ചൊല്ലി കേട്ടിട്ടുണ്ടോ? രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ് അല്ലെ? കേട്ടിട്ടില്ലേ? ഇതാ ഒരു സാധനമുള്ള ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒക്കറൻസ് ഓഫ് പർട്ടിക്കുലർ ഡിസീസ് ഓർ ഇഞ്ചുറി. ആ ഓർഗനൈസേഷന് പല രീതിയിലുള്ള കേടുപാടുകളോ അല്ലെങ്കിൽ രോഗങ്ങളോ പിടികൂടാതെ നോക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അത് വരട്ടെ, വന്നിട്ട് നമുക്ക് അന്നേരം നോക്കിയാൽ പോരെ എന്നുള്ള ചിന്താഗതി പാടില്ല. ആ രീതിയായിരിക്കും നമ്മുടെ ഓർഗനൈസേഷന്റെ ഹെൽത്ത്. അപ്പൊ ഈ പറയുന്ന ഹെൽത്ത്, ഓർഗനൈസേഷന്റെ ഹെൽത്തിന് പ്രധാനമായിട്ടും രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്ന് ഹെൽത്ത് ഹസാർഡും ഒന്ന് ഹെൽത്ത് റിസ്കും. 2 ആസ്പെക്റ്റുകളാണ് നമ്മുടെ ഓർഗനൈസേഷൻ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഏതൊക്കെയാണത്? ഹെൽത്ത് ഹസാർഡും ഹെൽത്ത് റിസ്കും ആണ്. ഈ ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്നത് പർട്ടിക്കുലർലി എല്ലാ ഓർഗനൈസേഷനും ഫേസ് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ ഹെൽത്ത് ഹസാർഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓർഗനൈസേഷനെ ബാധിക്കാവുന്ന ചില പുറത്തുള്ള കുറെ ഫാക്ടേഴ്സ് ഒക്കെ നമ്മളുടെ കയ്യിൽ കൺട്രോളബിൾ അല്ലാതെ, നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ, അതായത് എംപ്ലോയർക്ക് മാനേജ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പറ്റാത്ത, അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ചില ഫാക്ടേഴ്സ് ഓർഗനൈസേഷനെ ബാധിക്കും. അത് ഹെൽത്ത് ഹസാർഡ് എന്ന് പറയും. ഹെൽത്ത് റിസ്ക് എന്ന് പറയുന്നത് അത് എല്ലാ ഓർഗനൈസേഷനും ഒരേപോലെ ആവില്ല, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. എല്ലാ ബിസിനസ് കൺസേൺസിനും നമുക്കറിയാം, ബിസിനസ് സ്ഥാപനങ്ങളാകുമ്പോൾ ബിസിനസിനെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അത് എല്ലാ ബിസിനസിനെയും കോമൺ ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും ഉണ്ട്, ചില ബിസിനസ്സുകളെ മാത്രം അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും ഉണ്ട്. മനസ്സിലായോ? എല്ലാവരെയും കോമൺ ആയിട്ട് ബേസിക് എന്താ പറയാ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഹെൽത്ത് ഹസാർഡ് എന്ന് വിളിക്കുക. അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ചില നാച്ചുറൽ കലാമിറ്റീസ് വന്നു. നാച്ചുറൽ കലാമിറ്റീസ് പറഞ്ഞാൽ മനസ്സിലായോ? ചില പ്രകൃതിക്ഷോഭങ്ങൾ വന്നു അല്ലെ? വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊറോണ പോലെയുള്ള വലിയ വലിയ ഡിസീസസ് അല്ലെ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന എപ്പിഡമിക്സ് അല്ലെ, ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ വന്നു എന്ന് വിചാരിക്കാം. ഇത് എല്ലാ ബിസിനസ്സുകാരെയും ഒരുപോലെ ബാധിക്കില്ലേ? അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ ബാധിക്കുമോ? യെസ്, തീർച്ചയായിട്ടും. അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അത് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല, നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല. ഒരു എംപ്ലോയർക്കും അത്തരം കാര്യങ്ങൾ പറ്റില്ല, അല്ലെങ്കിൽ വേണ്ട. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൊറോണ ടൈമില് എല്ലാ ബിസിനസ്സും പോയി. ഇതും ചെറുതുമായ ഒരുപാട് ബിസിനസ് നടത്തുന്ന ബിസിനസ്മാൻമാരുണ്ടായിരുന്നു. പക്ഷേ കേരളം മുഴുവൻ ലോക്ക്ഡൌൺ ആയി 1-2-3 മാസക്കാലം വീടിനകത്തുനിന്ന് ജനല് പോലും തുറക്കാതെ കൂട്ടപ്പെട്ടിരുന്നപ്പോൾ ഈ ബിസിനസ് ഓർഗനൈസേഷൻ എങ്ങനെ നടന്നു എന്ന് വിചാരിക്കും? എങ്ങനെ നടന്നു? നമുക്കറിയാം. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് കൊണ്ടാണ്. ഒരുപാട് എംപ്ലോയീസിന് എന്താ പറയാ സാലറി കൊടുക്കുന്ന അല്ലെ ബിസിനസ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്രയും ആളുകളുടെ കുടുംബങ്ങൾ പട്ടിണിയായിട്ടുണ്ടാകാം. ബിസിനസ്മാൻ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്, ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരുപാട് പ്രോഫിറ്റ് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? സാക്രിഫൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം ആ സമയത്ത് നമ്മൾ എല്ലാവരും വീടിനകത്ത് അടങ്ങിക്കൂടിയിരുന്നു. ഒരു ഡ്രസ് മെറ്റീരിയൽ എടുക്കാൻ തുണിക്കടയിൽ പോകുന്നില്ല. സാധനങ്ങൾ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം, നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ പുറത്തു പോകുന്നു. ഇപ്പൊ കുറച്ച് അരി അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര, കുറച്ച് എന്തെങ്കിലും ഒന്ന് കറക്റ്റ് ആയിട്ട് കൂട്ടാൻ വേണ്ടി, ഉണ്ടാക്കാൻ വേണ്ടി, ഇങ്ങനെയൊക്കെയല്ലേ പോയിക്കൊണ്ടിരുന്നേ. ഒരു ലോഡ് സാധനം നമുക്ക് വാങ്ങിച്ച് നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന് വെച്ചില്ല. അന്നേരം ആലോചിച്ച് നോക്ക്, അവരുടെ ആ ഒരു വീക്ക് അല്ലെങ്കിൽ ഒരു മന്തിലെ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രോഫിറ്റ് അതെല്ലാം താറുമാറായി. അതവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയ. എന്റെ ബിസിനസ് ഇങ്ങനെ ആയാലും നടന്നു പോകും എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ തുറന്നു വെച്ചുകൊണ്ടിരുന്നോ? ഓക്കെ. സോ അങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ ഹെൽത്ത് ഹസാർഡ്സിൽ വരും. അതൊക്കെ എല്ലാ ഓർഗനൈസേഷനെ എഫക്ട് ചെയ്യും ഒരുപോലെ. ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലുള്ള എല്ലാവരെയും ബാധിക്കും. ഇപ്പൊ വെള്ളപ്പൊക്കം വന്നു, നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള ഒരുപാട് ബിസിനസ് ഓർഗനൈസേഷൻസ് അടച്ചുപൂട്ടി കിടന്നു 2-3 ആഴ്ചകളോളം. അതിനുശേഷം പിന്നീട് വീണ്ടും റീഓപ്പൺ ചെയ്തത്. അപ്പോഴൊക്കെ അവരുടെ ബിസിനസ്സിൽ ഉണ്ടാക്കേണ്ട ആ ദിവസങ്ങൾ കൊണ്ട് എത്ര ലാഭങ്ങൾ ഉണ്ടാക്കേണ്ട സമയമായിരുന്നു. പക്ഷെ അതൊക്കെ അവർക്ക്
എന്ത് ചെയ്തു, നഷ്ടങ്ങളായി മാറി അല്ലെ, അതൊക്കെ എഫക്ട് ചെയ്യും. അതൊന്നും നമുക്ക് കൺട്രോളബിൾ അല്ല. എന്നാൽ ഹെൽത്ത് റിസ്കുകൾ എന്ന് പറയുന്നത് ഇറ്റ് വെരീസ് ഫ്രം ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ. അത് എല്ലാ ഓർഗനൈസേഷനും പല രീതിയിലായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ രണ്ട് ആസ്പെക്ട് ആണ് നമ്മുടെ എംപ്ലോയി ഹെൽത്തിനുള്ളത്, ഹെൽത്ത് ഹസാർഡ് ആൻഡ് ഹെൽത്ത് റിസ്ക് ആണ് പറയുന്നത്. ഹെൽത്ത് ഹസാർഡ് അപ്പൊ നമ്മുടെ കൺട്രോളിലല്ല, നമുക്കതിനെ ഒരു രീതിയിൽ നമുക്കതിനെ കനോട്ട് ബി മിനിമൈസ്ഡ്. മിനിമൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്താ, കുറയ്ക്കാൻ പറ്റില്ല. അത് അങ്ങനെ നടക്കും. കൊറോണയെ തടഞ്ഞു നിർത്താൻ നമ്മൾ പോയിട്ട് തടയാനുള്ള എന്ത് മാർഗം സ്വീകരിച്ചാലും കാര്യമില്ല. അത് വന്നു സ്പ്രെഡ് ചെയ്ത് പോയി. പിന്നെ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു പ്രിക്കോഷൻസ് എന്തായിരുന്നു, അതിനി മറ്റു ആളുകളിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയുള്ള സേഫ്റ്റി മെഷേഴ്സ് ആണ് നമ്മൾ എടുത്തത്. ബിസിനസ്സുകാർക്ക് എന്ത് പറ്റി, ബിസിനസ്സുകാരും വീട്ടിലിരുന്നു അങ്ങനെ തന്നെ. അവരുടെ സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സ്റ്റക്കായി നിന്നുപോയി. അവരുടെ സെയിൽസ് ഇല്ല, പർച്ചേസ് ഇല്ല, ഒന്നുമില്ലാതെ അതൊക്കെ സാധനങ്ങളൊക്കെ അവിടെ ഇരുന്നു പോയി അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പച്ചക്കറിക്ക് വിൽക്കുന്ന ബിസിനസ്സുകാരനായിരുന്നു എങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്തൊക്കെ നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. എത്ര ദിവസം നമ്മൾ പച്ചക്കറി ഇങ്ങനെ കൊണ്ടുവന്ന് കുന്നുകൂടി എത്ര ദിവസം ഇടാൻ പറ്റും, അത് നശിച്ചു പോകും അല്ലെ. പെരിഷബിൾ ആണ് അത്തരം ഗുഡ്സ്. അപ്പൊ അവര് ഒരുപാട് നഷ്ടം സഹിച്ചിട്ടുണ്ടായിരിക്കും. സോ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്നത് മിനിമൈസ് ചെയ്യാനും പറ്റില്ല, ഇല്ലാണ്ടാക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഹെൽത്ത് റിസ്കുകൾ ക്യാൻ ബി മിനിമൈസ്. അത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്താൽ ഹെൽത്ത് റിസ്കുകളെ എന്ത് ചെയ്യാം, ഓർഗനൈസേഷന് മിനിമൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ദേ ക്യാൻ ഓഫർ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നല്ല ഗുഡ് ഓപ്പർച്യൂണിറ്റീസ്, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാം എംപ്ലോയീസിന്. ഹെൽത്ത് റിസ്ക് എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഇഞ്ചുറീസ്, ഡിസീസസ് ഒക്കെയാണ് എംപ്ലോയീസിന് ഉണ്ടാകുന്നത്. മറ്റേത് ഹെൽത്ത് ഹസാർഡ് എന്ന് പറഞ്ഞാൽ പുറമായിട്ട് നമുക്ക് എഫക്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഹെൽത്ത് റിസ്കുകൾ എങ്ങനെ കുറയ്ക്കാൻ പറ്റും, ബൈ പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്. ഓർഗനൈസേഷനിൽ നല്ല ചുറ്റുപാടൊക്കെ കൊടുക്കുക. പിന്നെ മാത്രമല്ല സേഫ്റ്റി പ്രിക്കോഷൻസ്. ചില ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആണ് നമ്മുടെ ഹെൽത്തിന്, ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ചില എന്താ പറയാ ജോലികളുണ്ട്. ഉദാഹരണം, while doing a job of electricity, കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യേണ്ട ജോലികൾ അല്ലെ, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിന് സേഫ്റ്റി മെഷേഴ്സ്, അതുപോലെ തന്നെ പ്രിക്കോഷൻസ്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നേരിട്ടൊക്കെ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും കറണ്ടിൽ പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കേണ്ട സേഫ്റ്റി മെഷേഴ്സ്, ഗ്ലൗസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ചില അങ്ങനെ ഉണ്ടല്ലോ ചില നമ്മുടെ ഹെൽത്ത് ഹസാർഡ്, നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻസിന്, നമ്മുടെ ശരീരത്തിനൊക്കെ കേടുവരുന്ന അല്ലെങ്കിൽ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെ നമുക്ക് കുറയ്ക്കാൻ പല പ്രിക്കോഷൻസും പല സേഫ്റ്റി മെഷേഴ്സും കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ ഹെൽത്ത് ഹസാർഡ് മിനിമൈസ് ചെയ്യാൻ പറ്റില്ല, ഹെൽത്ത് റിസ്കുകൾ മിനിമൈസ് ചെയ്യാം. എങ്ങനെ? ബൈ offering good employment conditions and also by providing safety measures അല്ലെ, നല്ല സേഫ്റ്റി മെഷേഴ്സ്, അതുപോലെ തന്നെ സേഫ്റ്റി പ്രിക്കോഷൻസ് എന്നുവെച്ചാൽ സേഫ്റ്റിക്ക് സുരക്ഷ, അതന്നെ മുൻകരുതലുകൾ എടുക്കുക. അത് മാത്രമല്ല ആവശ്യമുള്ള ഗൈഡ് ലൈൻസ്, ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇന്ന കാര്യം രീതിയിൽ ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്ത് അതൊക്കെ കുറയ്ക്കാൻ പറ്റും. ഹെൽത്ത് ഹസാർഡ് നമുക്ക് കുറയ്ക്കാന്നുള്ളത് ഇതിപ്പം നടക്കുന്ന കാര്യമില്ല. അപ്പോ ഹെൽത്ത്, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഹെൽത്ത് എന്ന് പറയുന്നത് ഷുഡ് ഇൻക്ലൂഡ് സം പ്രോഗ്രാംസ് which can preserve our health. അപ്പൊ എന്താണ്, ഓർഗനൈസേഷന്റെ ഹെൽത്ത് പ്രിസർവ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ കുറയ്ക്കാനും വേണ്ട ചില പ്രോഗ്രാമുകൾ ഷുഡ് ബി കൺസിസ്റ്റന്റ്. എന്ത് ചെയ്യണം, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഏതില്? നമ്മളുടെ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്ത്. മനസ്സിലായി? അപ്പൊ ഇൻഡസ്ട്രീനെ, ഓർഗനൈസേഷനെ ബാധിക്കാൻ സാധ്യതയുള്ള ഹെൽത്ത് ഹസാർഡ്സും ഹെൽത്ത് റിസ്കുകളും ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ, ഹെൽത്ത് ഹസാർഡ്സ് കുറയ്ക്കാൻ പറ്റില്ല, പക്ഷെങ്കിലും അതിനും ഒക്കെ നമുക്ക് ഒരു സേഫ്റ്റി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസും ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ചില പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്താലൊക്കെ കുറച്ചൊക്കെ അതിനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയാലോ? ആ കുഞ്ഞു 3 പാരഗ്രാഫേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അന്ന് അണ്ടർലൈൻ ചെയ്യാട്ടെ വേഗം, എന്നിട്ട് വേണം അടുത്തതിലേക്ക് പോകാൻ. ഹെൽത്ത് ഈസ് എ constructive and active concept which do not simply mean sickness. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഓർഗനൈസേഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് രണ്ടും ഒന്ന് തന്നെയാണ്. അതിന്റെ മറ്റൊരു പേര് ചോദിക്കാം വേണമെങ്കിൽ. ആ ഒരു 2 വേർഡും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ഓർ ഓർഗനൈസേഷണൽ ഹെൽത്ത് അണ്ടർലൈൻ ചെയ്യാം. അടുത്ത സെന്റൻസും ദ മെയിൻ എയിം ഓഫ് ഓർഗനൈസേഷണൽ ഹെൽത്ത്. ഓർഗനൈസേഷണൽ ഹെൽത്തിന്റെ എയിം എന്താണ്? മെയിൻ എയിം എന്താണെന്ന് പറഞ്ഞേക്കണേ? ടു അവോയ്ഡ് ദ ചാൻസസ് ഓഫ് ഒക്കറൻസ് ഓഫ് പർട്ടിക്കുലർ ഡിസീസസ്. എന്തെങ്കിലും പ്രത്യേക രോഗം ഉണ്ടാകാൻ സാധ്യതകളെ അവോയ്ഡ് ചെയ്യുക. എന്തിനേക്കാൾ? ഓർ ഇൻസ്റ്റെഡ് ഓഫ്
ഫോക്കസിങ് ഓൺ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ്. ആ ഡിസീസ് വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി അതിൽ ഫോക്കസ് ചെയ്യാതെ വരാതിരിക്കാനുള്ള മെഷേഴ്സ്, ചാൻസസ് എന്ത് ചെയ്യണം, നമ്മള് ഉണ്ടാക്കിയെടുക്കണം. അതാണ് ആ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരുന്നതിന് മുമ്പേ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുകയാണെങ്കിൽ നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില രോഗങ്ങള് വരാൻ സാധ്യത. ഇപ്പൊ ചില ഫാക്ടറീസിൽ ജോലി ചെയ്യുമ്പോൾ ഫാക്ടറീസ് എന്ന് പറയുമ്പോൾ അറിയാം, അവിടെയുള്ള ജോലിക്കാർക്ക് വളരെയധികം പല രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, ഫാക്ടറീസിൽ നിന്ന് പുറത്തുവിടുന്ന കുറെ എന്താ പറയാ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസ് അല്ലെ, എന്താ പറയാ അങ്ങനത്തെ ഫ്യൂംസ് ഒക്കെ ഉണ്ടല്ലോ, പുക, അങ്ങനത്തെ പുകയൊക്കെ ശ്വസിച്ച് അവരുടെ ശ്വാസകോശത്തിലൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റു പല അസുഖങ്ങളും അവരുടെ എന്താ പറയാ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന ചില രോഗങ്ങൾ. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ കാർഡിയോളജി വിഭാഗത്തില് ഒരുപാട് റേസ് ഒക്കെ ഉപയോഗിച്ചിട്ട്, റേഡിയോളജി വിഭാഗം അതിനകത്തൊക്കെ ആ റൂമില്, പിന്നെ എക്സ്റേസ് ഒക്കെ എന്താ പറയാ എടുക്കുന്ന നഴ്സസ് ഒക്കെ, അവരൊക്കെ ഇതിനെ എപ്പോഴും ഉപയോഗിക്കണം. അപ്പൊ ഈ റേസ് ഒക്കെ കുറച്ചുകൂടി നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് അത്ര നല്ല കാര്യമല്ല. റേസ് ഒക്കെ കുറെ നമ്മുടെ ശരീരത്തില് എന്താ പറയാ കയറുന്നത്. അപ്പൊ ആ റേസിനെ അതൊക്കെ അവരുടെ ശരീരത്തിൽ അഫക്ട് ചെയ്യുന്നതാണ്. അതിന്റെ അവരുടെ ഹസാർഡ്സ് അതുകൊണ്ടുണ്ടാകുന്ന ചില ദൂഷ്യഫലങ്ങൾ അവർക്ക് പിന്നീട്, അപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ആയിരിക്കില്ല. നമ്മുടെ കുറേയൊക്കെ നമ്മുടെ ഹെൽത്തിനൊരു റെസിസ്റ്റിംഗ് പവർ ഉണ്ടല്ലോ അല്ലെ, നമ്മുടെ ശരീരത്തിന് കുറെയൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. അതിന്റെ അപ്പുറം പരിധിയൊക്കെ കടന്നു പോകുമ്പോഴായിരിക്കും ഇത് പല രൂപത്തില് രോഗങ്ങളായിട്ട് പുറത്തേക്ക് വരാം. അങ്ങനെയുള്ള പ്രിക്കോഷൻസ് എടുക്കുക, അതാണ് ഹെൽത്ത് റിസ്കുകൾ മിനിമൈസ് ചെയ്യാനുള്ള രീതി. പിന്നെ ആ 2 ആസ്പെക്ട്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ഹെൽത്ത് ഹസാർഡ്സ് ആൻഡ് ഹെൽത്ത് റിസ്ക് കേട്ടോ. There are 2 aspects related to the issue of health of employees, that is health hazard and health risk. ആണോ? ഹെൽത്ത് വെൽത്തും ശരി, വെരി ഗുഡ്. ഓക്കെ, സ്മിത അല്ലേ? ഓക്കെ. ഹെൽത്ത് വെൽത്തും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിയിലാണ് സ്മിത വർക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കാരണം ഹെൽത്ത് ഈസ് വെൽത്ത്, അതാണ് ഏറ്റവും നല്ലത് അല്ലെ. നമ്മൾ പഠിച്ചിട്ട് എവിടെയോ ഒരു പ്രോവർബ് കേട്ടിട്ടുണ്ട്, ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലെ, പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്. നമ്മളുടെ ഒരുപാട് സ്വത്തും സമ്പത്തൊക്കെ പോയാലും ഒരു കുഴപ്പമില്ല, ഒക്കെ പോയിക്കോട്ടെ. ബട്ട് ഇഫ് യു ഹാവ് ഹെൽത്ത്, ആരോഗ്യമുണ്ടെങ്കിൽ വി ക്യാൻ റീഗെയിൻ, അതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഹെൽത്ത് ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ആരോഗ്യം നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടു, ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കാം മാത്രമല്ല. അപ്പൊ ആരോഗ്യമുള്ള ഒരു എംപ്ലോയീസിന്റെ ഒരു എന്താ പറയാ ഒരു ഗ്രൂപ്പ്, അതാണ് ഒരു ഓർഗനൈസേഷനിൽ വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ്, ഹെൽത്ത് പ്രോഗ്രാമുകളൊക്കെ, ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അവരുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക, സേഫ് ആക്കുക എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. എംപ്ലോയീസ് രോഗങ്ങൾ വന്നു, എംപ്ലോയീസിന് എല്ലാവർക്കും പല രീതിയിലുള്ള രോഗങ്ങൾ ആ ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് നടക്കും? പ്രൊഡക്ഷൻ നടക്കില്ല. അവർക്കൊക്കെ മിക്കവർക്കും രോഗം ഇതിന് ഇങ്ങനെ വന്നു, അങ്ങനെ എല്ലാ ആളുകളും എംപ്ലോയീസും രോഗികളായി മാറി. നമുക്ക് പുതിയ ആൾക്കാർ എടുക്കണ്ടേ? വീണ്ടും അവർ പുറത്തുനിന്ന് ആൾക്കാർ വരാൻ പഠിക്കും. കാരണം എന്താ, അവിടെ ആ ജോലി ചെയ്തിട്ട് അവിടെയുള്ള ആളുകൾക്കൊക്കെ ഇന്നൊരു രോഗമാണ് വന്നേക്കുന്നത്. സോ ഇനി ആളുകൾ പുറത്തുനിന്ന് ഒരാള് എന്താ പറയാ അത്രയും സാക്രിഫൈസ് ചെയ്ത് വരാനും ആരും ആഗ്രഹിക്കില്ല. അപ്പൊ എന്താണ്, അവരുടെ ലൈഫിന്, ഉള്ള എംപ്ലോയീസിനെ നമുക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ അവരുടെ ഹെൽത്തിന്, അവരുടെ ഇതിന് നമ്മൾ സേഫ് ആൻഡ് സെക്യൂർ ആക്കണം. അതിനുവേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുക്കണം. അല്ലാതെ വന്നിട്ട് നമുക്ക് നോക്കാം, ഇപ്പൊ ഒന്നും ഉണ്ടായില്ലല്ലോ, അത് വരുമ്പോ നോക്കാം, നമുക്ക് പാടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു യെല്ലോ ഓർ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അത് ഇവര് എന്താ പറയാ, ഈ കമ്മിറ്റിയുടെ അഭിപ്രായത്തില് ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. യെല്ലോയും അതുപോലെ തന്നെ WHO എന്ന് പറയുന്ന കമ്മിറ്റി ഓർഗനൈസേഷന്റെ ഹെൽത്തിനെ കുറിച്ച് 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ദ പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് വർക്കേഴ്സ് ഇൻ ഓൾ ഒക്യുപേഷൻസ്. ഏത് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും, ഏത് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ആയിക്കോട്ടെ, അവർക്ക് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ, ശാരീരികമായത്, മെന്റൽ ആയിട്ടുള്ളത്, മാനസികപരമായിട്ടുള്ളത്, സാമൂഹികപരമായിട്ടുള്ള ഒരു എന്താ പറയാ വെൽബീയിങ്, ഒരു നന്മ അല്ലെങ്കിൽ ഒരു ക്ഷേമം എല്ലാ വർക്കേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അവരുടെ എന്താ പറയാ ശരീരം, അതുപോലെ തന്നെ മാനസികം, അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും
എന്താ പറയാ സേഫ് ആക്കുന്ന രീതിയിലായിരിക്കണം എല്ലാ ജോലിയും ജോലിക്കാർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, എന്റെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, എന്റെ മെന്റൽ സ്റ്റേറ്റസിന് എനിക്കുള്ള മാനസികാവസ്ഥയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, എന്റെ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ്. അങ്ങനെ എല്ലാ ഓർഗനൈസേഷനിലും എല്ലാ എംപ്ലോയീസിനും അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് വർക്കേഴ്സിന്റെ ഉറപ്പുവരുത്തുക. മനസ്സിലായോ? അതാണ് ഒന്നാമത്തെ. ILO പറയുന്നു, അല്ലെങ്കിൽ WHO ഓർഗനൈസേഷൻ, രണ്ടും അതെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതുപോലെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും പറയുന്ന കാര്യമാണ്. എല്ലാ എംപ്ലോയീസും ഏത് ജോലി, ഏത് ഒക്യുപേഷൻസിലായിക്കോട്ടെ, സോഷ്യൽ, അതുപോലെ തന്നെ സോഷ്യൽ വെൽബീയിങ്, പിന്നെ എന്താ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹാസ് ടു ബി, മെന്റൽ വെൽബീയിങ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. അടുത്തത് പറഞ്ഞാൽ എന്താ, പ്രിവെൻഷൻ അമംഗ് വർക്കേഴ്സ് ഓഫ് ഇൽ ഹെൽത്ത് കോസ്ഡ് ബൈ ദ വർക്കിംഗ് കണ്ടീഷൻസ്. വർക്കിംഗ് സാധ്യതകളുമായിട്ട് ബന്ധപ്പെട്ട് എംപ്ലോയീസിന് ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുക. കേട്ടോ, നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം ഒന്നുകൂടി പറയാം. ഫാക്ടറീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്ക് അവിടെ ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് വരാൻ സാധ്യതയുള്ള ചാൻസ് ഉണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റില്ല, അത്തരം ചാൻസസ് ഉള്ള അതന്നെ കേട്ടോ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാം, അസ്തമ പോലെയുള്ള അസുഖങ്ങൾ. അപ്പൊ അത് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ആ ജോലിയിൽ കയറുമ്പോ, ആ ജോലി ചെയ്താൽ എന്തായാലും വരും, പക്ഷെ എന്താ, ഒരു ഇൻകം വേണം, ഒരു വരുമാനം വേണം. വേറെ ജോലിയൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല, അതിന് എനിക്ക് സാധ്യതയില്ല, കാരണം എന്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്, എന്റെ അതനുസരിച്ച് ഈ ജോലിയൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ജോലി ചെയ്യാൻ നിർബന്ധിതനായി എംപ്ലോയി വരും, ചെയ്യും. പക്ഷെ പിന്നീട് അതുകൊണ്ടുണ്ടാകുന്ന ദോഷം അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ആ ഒരു രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു പ്രിക്കോഷൻ എന്ത് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് അവരുടെ ലൈഫ് സെറ്റ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് പറഞ്ഞത്, പ്രിവെൻഷൻ അമംഗ് വർക്കേഴ്സ് ഓഫ് ഇൽ ഹെൽത്ത്. അനാരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് പ്രിവെന്റ് ചെയ്യും. മനസ്സിലായോ? മൂന്നാമത്തേത് പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദയർ എംപ്ലോയ്മെന്റ്. ഇനി അവർക്ക് എംപ്ലോയ്മെന്റിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഫ്രം റിസ്ക് റിസൾട്ടിങ് ഫ്രം ഫാക്ടേഴ്സ് അവേഴ്സ്ലി എഫക്ട് ദ ഹെൽത്ത്. അവരുടെ ആരോഗ്യത്തെ അവേഴ്സ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ആയിട്ട്, ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ അവരുടെ എംപ്ലോയ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. ചില ആൾക്കാർ ചില ജോലിക്കൊക്കെ പോകാൻ മടിക്കുന്നത് എന്താ, ഇപ്പൊ പ്രൊട്ടക്ഷൻ ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ്. അയ്യോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എന്താ പറയാ, എനിക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പേടിച്ചിട്ട് ചില ആൾക്കാർ ജോലിക്ക് പോകാതിരിക്കും. അത്തരം ജോലികൾ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. അപ്പൊ എന്ത് ചെയ്യണം, അതിനൊരു പ്രൊട്ടക്ഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ആ പ്രൊട്ടക്ഷൻ ഏത് രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഓർഗനൈസേഷൻ തീരുമാനിക്കും. അതിന് പഠനങ്ങൾ നടത്തി കാര്യങ്ങൾ വ്യക്തമായി മറ്റുള്ളവരുമായിട്ട് ആലോചിച്ചോ എങ്ങനെയാണോ അതിനൊരു ഒരു പ്രിക്കോഷൻ, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അതിന് നടപടികൾ സ്വീകരിക്കണം. എന്നിട്ടാണ് എംപ്ലോയിനെ ജോലിക്ക് കയറ്റേണ്ടത്. ക്ലിയർ ആയോ? പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദയർ എംപ്ലോയ്മെന്റ് ക്ലിയർ ആയോ? Then, and the last one, placing and maintaining the worker in an occupational environment adapted to his physical and psychological equipment. എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന വർക്കർക്ക് അവര് ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ എക്യുപ്മെന്റ്, അവരുടെ ശാരീരികപരമായിട്ടുള്ളതും അതുപോലെ തന്നെ മാനസികപരമായിട്ടുള്ള ഒരു മെഷീനറി അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ് ആയിട്ട് വേണം അവർക്ക് ജോലി കൊടുക്കാൻ. എനിക്ക് പറ്റുന്ന ജോലി, എനിക്ക് ഏത് മെഷീനുമായിട്ട് അല്ലെങ്കിൽ ഏത് എക്യുപ്മെന്റ് കൈകാര്യം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ ആ രീതിയിൽ അവരുടെ ആരോഗ്യത്തെ കൺസിഡർ ചെയ്തിട്ട്, ഒരു തീരെ ആരോഗ്യമില്ലാത്ത ഒരു വ്യക്തിക്ക് വലിയ ഹാർഡ് വർക്ക് ആയിട്ടുള്ള ഫിസിക്കലി ഭയങ്കര ഹാർഡായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില ജോലികൾ കൊടുക്കാം. അങ്ങനെ നിർബന്ധമായിട്ട് നീ ഇത് ചെയ്യണം, ചുമടുപ്പിക്കുന്ന പണി, കരിങ്കല്ലൂർ ഇട്ടുള്ള പണിയൊക്കെ അവരുടെ ആരോഗ്യത്തെയും കൂടി നമ്മൾ പരിഗണിക്കണം വേണ്ടേ? അത് പരിഗണിച്ച് വേണം ജോലികൾ കൊടുക്കാൻ. അതിനൊരു പ്രൊട്ടക്ഷൻ. മനസ്സിലായോ? അല്ലാണ്ട് തുമ്പിയെ കൊണ്ട് കല്ലുടിപ്പിക്കുന്ന പോലെ ആരോഗ്യമൊന്നും നോക്കുന്നില്ല. നീ ഇവിടെ കൂലിക്ക് അല്ലെങ്കിൽ സാലറിക്ക് വേണ്ടി ജോലിക്ക് വരുന്നെങ്കിൽ നമ്മൾ എന്ത് തന്നാലും ചെയ്യണം, അത് പാടായിട്ട് ചെയ്യരുതെന്ന്. അത് ILO അല്ലെങ്കിൽ WHO പറഞ്ഞിരിക്കുന്ന ഇതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തിന് ഫിസിക്കൽ ആയിട്ടുള്ളത് സൈക്കോളജിക്കലി മെന്റലി നമ്മൾ ആ ഒരു ജോലി ചെയ്യാൻ എന്താ പറയുക കേപ്പബിൾ ആണോ എന്ന് നോക്കിയിട്ട് വേണം ജോലി അസൈൻ ചെയ്ത് വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് അവരെ ആ രീതിയിൽ പ്ലേസ് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാൻ ജോലി. ക്ലിയർ ആയോ? 4 പോയിന്റ് മനസ്സിലായോ? ILO അല്ലെങ്കിൽ WHO എന്തൊക്കെയാണ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന്റെ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? ആ 4 കാര്യങ്ങളാണ് കേട്ടോ. ആ 4 കാര്യങ്ങൾ ഇവിടെ നിന്ന് അണ്ടർലൈൻ ചെയ്യാം. അത് ഫുള്ളായിട്ട് അണ്ടർലൈൻ ചെയ്യുക, ഞാൻ പറയുന്ന അത്രയും ഭാഗത്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് വർക്കേഴ്സ്. അവിടെ വരെ വന്നു, അവിടെ വരെ കേട്ടോ.
രണ്ടാമത്തെ പോയിന്റില് പ്രിവെൻഷൻ അമംഗ് വർക്കേഴ്സ് ഓഫ് ഇൽ ഹെൽത്ത് കോസ്ഡ് ബൈ വർക്കിംഗ് കണ്ടീഷൻസ്. ആ സെന്റൻസ് ഫുള്ള് വേണം. വർക്കിംഗ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അനാരോഗ്യങ്ങളെ പ്രിവെന്റ് ചെയ്യുക. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദയർ എംപ്ലോയ്മെന്റ്. പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദയർ എംപ്ലോയ്മെന്റ്. അവരുടെ ജോലിയിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ജോലികളാണെങ്കിൽ. പിന്നെ പ്ലേസിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ വർക്കർ in an occupational environment. അയ്യല്ലോ പറയാം. നമ്മൾ ഇവിടെ അയ്യോ ഇവിടെ അല്ല, ഫ്രണ്ട് ഏറ്റവും മുമ്പിലാണ് കിടക്കുന്നത്. അയ്യല്ലോ നമ്മളുടെ അയ്യല്ലോ എന്താണ് ഗ്രീവാൻസിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. കീത്ത് ഡേവിസ്, പ്രൊഫസർ ജൂസിയസ്, പിന്നെ യോധർ, ഇങ്ങനെ 3 പേരും അതുപോലെ അങ്ങനെ ഒരാളും കൂടി. അതാണ് അയ്യല്ലോ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ, അവിടെ ഫസ്റ്റ് പേജിലാണ് കിടക്കുന്നത്. ഇപ്പൊ അവിടെ ഇവിടെ വേണമെങ്കിൽ അവിടെ ഒന്ന് എഴുതി വെച്ചോ അയ്യല്ലോ ഒന്ന്. ഇവിടെ തന്നെ ഒന്ന് നമ്മൾ എഴുതി വെച്ചോ, നല്ലതാണ്. ഇനി എന്തിനാണ് എംപ്ലോയീസിന്റെ ഹെൽത്ത് സംരക്ഷിക്കേണ്ടത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത്. എംപ്ലോയിയുടെ ആരോഗ്യം എന്തിനാ സംരക്ഷിക്കണം? അതിന് വലിയ ലക്ഷ്യം ഉണ്ട്. ഫസ്റ്റ് വൺ, ടു ഡിക്രീസ് ആബ്സെന്റിസം ആൻഡ് ഡിഗ്രി ഓഫ് ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ കുറയ്ക്കാൻ, അല്ലെങ്കിൽ ആബ്സെന്റിസം കുറയ്ക്കാൻ. എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള എംപ്ലോയീസ് ആണെങ്കിൽ എല്ലാ സ്വന്തം ജോലിക്ക് വരും. അല്ലെങ്കിൽ എന്ത് പറ്റും? അയ്യോ നാളെ ലീവാട്ടോ, ചൊറിയണം, അല്ല അല്ലെങ്കിൽ ലീവ് ലെറ്റർ കൊടുക്കണം. പണ്ടൊക്കെ ലീവ് ലെറ്റർ കൊടുക്കുക. ഇപ്പൊ ആണെങ്കിൽ വിളിച്ചു പറയും, സാറേ ഇന്ന് വരാൻ പറ്റില്ല, വയ്യ, പാടില്ല. കണ്ട, എപ്പോഴും ഒരു ആരോഗ്യമുള്ള ഒരു എംപ്ലോയി സമൂഹം ഉണ്ടെങ്കിലേ ഓർഗനൈസേഷനിലെ ജോലികളൊക്കെ കൃത്യമായി നടക്കൂ, അല്ലെ? അവിടെ പല രീതിയിലുള്ള രോഗങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഒരു എംപ്ലോയി കൊടുക്കുകയാണെങ്കിൽ നാളെ വേറൊരു എംപ്ലോയി ലീവ് എടുക്കും. അതിന് പിറ്റേ ദിവസം വേറെ. അവിടെ നോക്കാം, എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്ന ഒരു ദിവസം ഉണ്ടാവില്ല. കാരണം എന്താ? എപ്പോഴും രോഗം. അപ്പൊ അത് ഓർഗനൈസേഷനിലെ വർക്കിംഗ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട രോഗമാണെങ്കിലോ അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെ? അപ്പൊ എംപ്ലോയിയുടെ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഡിക്രീസസ് ആബ്സെന്റിസം ആൻഡ് ഡിഗ്രി ഓഫ് ലേബർ ടേൺ ഓവർ. അപ്പൊ ആബ്സെന്റിസം കുറയ്ക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് ജോലിക്ക് വന്നോളും. അല്ലെങ്കിൽ ആരോഗ്യം ഇല്ലെങ്കിൽ അവര് പല രീതിയിലും ലീവ് എടുക്കും. അതുപോലെ ഡിഗ്രി ഓഫ് ടേൺ ഓവർ, ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? കൊഴിഞ്ഞു പോവുക. അവിടെ അതെ, കൊഴിഞ്ഞു പോക്ക്. എംപ്ലോയീസ് പലരും എന്ത് ചെയ്യുന്നു? അയ്യോ അവിടെ ജോലി ഇത് പറ്റുള്ളതായിരിക്കും, അവിടുത്തെ ജോലിയുടെ സാഹചര്യങ്ങളൊക്കെ എനിക്ക് പറ്റുള്ള, എന്റെ ഹെൽത്തിന് അത് സൂട്ടബിൾ അല്ല, എനിക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നു. അപ്പൊ എന്ത് ചെയ്യും? ആരോഗ്യമാണ് വീണ്ടും നമ്മൾ വരുന്നത്, ഹെൽത്ത് ഈസ് വെൽത്ത്. അതുകൊണ്ട് വേണ്ട, ഞാൻ നിർത്തുന്നു ആ ജോലി, നമ്മൾ ക്വിറ്റ് ചെയ്ത് പോകുന്നു. ക്ലിയർ ആണോ? അപ്പൊ ഇത് മനസ്സിലായോ? ഒന്നാമത്തെ. അടുത്തത്, ടു റെഡ്യൂസ് ഓർഗനൈസേഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ. ഓർഗനൈസേഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എംപ്ലോയീസിന്റെ ഇടയിൽ പലതരത്തിലുള്ള അസംതൃപ്തി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനും എംപ്ലോയി ഹെൽത്തി ആയിരിക്കും. എന്ന് വെച്ചാൽ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഓരോ എംപ്ലോയീസും ജോലി ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് തൃപ്തി വരണം. ആ തൃപ്തി ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു തൃപ്തിയാണ് എന്നെ മോട്ടിവേറ്റഡ് ആക്കുന്നത്. എനിക്കൊരു സന്തോഷത്തോടെ, എനിക്ക് സംതൃപ്തിയോടെ ജോലി ചെയ്യാൻ പറ്റുമ്പോഴാണ് എന്റെ ജോലിയുടെ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുള്ളൂ, ഇഫക്റ്റീവ് ആകുള്ളൂ. അല്ലാതെ ഞാൻ ഇങ്ങനെ വന്നിരുന്ന് കുറെ പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം, അല്ലെ? ഞാൻ ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടും സന്തോഷത്തോടെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നു. അതല്ല വെറുതെ കുറെ വായിട്ട് അടച്ചിട്ട് ഇങ്ങനെ മാത്രം പോയാൽ ചിലപ്പോ കാര്യങ്ങൾ ഗ്രഹിച്ചു എന്ന് വരില്ല കുട്ടികള്, മനസ്സിലായി? അപ്പൊ ഓരോ ജോലിക്കും അതിൻ്റെതായ കാര്യമുണ്ട്. അപ്പൊ ഇഫക്റ്റീവായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജോലി ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടതാണ് എംപ്ലോയിയുടെ ഹെൽത്ത്. പക്ഷെ ഡിസാറ്റിസ്ഫാക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ ഈ പറയുന്ന എംപ്ലോയി ഹെൽത്ത് ഹെൽപ്പ് ചെയ്യും. ടു ഡിക്രീസ് ഒക്കറൻസ് ഓഫ് ജോബ് റിലേറ്റഡ് ഡിസീസ്. ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉണ്ടാകാവുന്ന സാധ്യതയുള്ള രോഗങ്ങളെ കുറയ്ക്കാൻ പറ്റും. ജോലി സംബന്ധിതമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ, ചില ഗ്യാസസ് ശ്വസിക്കുന്നത് കൊണ്ട്, ചില എന്താ പറയാ റേസ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു പോകുന്നത് കൊണ്ട്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പല രോഗങ്ങൾ, ഇന്ന കാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ന രോഗം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാണ്? ഞാൻ ഒഴിവാക്കണം. കണ്ടോ, അങ്ങനെ പല ആളുകളും കൊഴിഞ്ഞു പോകും. അപ്പൊ അങ്ങനത്തെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസിനെ കുറയ്ക്കാൻ എംപ്ലോയി ഹെൽത്ത് സാധിക്കും. എംപ്ലോയി ഹെൽത്തി ആയിരിക്കുമ്പോഴാണ് അവർ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 3 പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 4ാമത്തെ തുടങ്ങി അടുത്ത ദിവസം പറയാം. ക്ലിയർ അല്ലേ ഇവിടെ വരെ പറഞ്ഞത്? എംപ്ലോയി ഹെൽത്തിന്റെ
ഹെൽത്തിനെ സംബന്ധിക്കുന്ന ILO or WHO കൊടുത്തിരിക്കുന്ന 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ഹെൽത്തിൽ 3 പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. നന്നായിട്ട് എല്ലാവരും വായിച്ചു നോക്കിയിട്ട് വരാം. ഓക്കെ, തരാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you.